1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പുളിപ്പില്ലവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ണമാകേണ്ടതിന് പഴയ മാവിനെ നീക്കിക്കളവേൻ, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. യേശുക്രിസ്തു എന്ന പെസഹ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു എന്ന ആശയം ചിത്രീകരിച്ചുകൊണ്ട് ആ പെസഹ കുഞ്ഞാടെന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ, അതാണല്ലോ പെസഹ, യേശുവിൻ്റെ ക്രൂശീകരണത്തെ നാം ഉയർത്തുക എന്നതാണ് ആശയം. ക്രൂശീകരണം നടന്നത് ഈ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു. പൊതുവെ വിശ്വസിക്കുന്നത് ഗുഡ് ഫ്രൈഡേയിലാണെന്ന എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും വേദപുസ്തകത്തിലെ പല കണക്കുകളും നിരന്നു വരണമെങ്കിലും വ്യാഴാഴ്ച ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടന്നിരുന്നതാണ് അതിയുക്തമായി വരുന്ന ഒരു ദിവസം. നോഹ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രനും ഭൂമിയുടെ ഉള്ളിൽ 3 രാവും 3 പകലും ഇരിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ ആ പ്രസ്താവന സത്യമാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണം വ്യാഴാഴ്ചയായിരുന്നെങ്കിലേ മതിയാകുള്ളൂ. അങ്ങനെ പല തെളിവുകളുണ്ട്. ഒരു തെളിവൊന്നും അല്ല, നമ്മൾ 1-2 തെളിവുകളിലേക്ക് പോയെന്ന് വരും. പിന്നെ എന്തുകൊണ്ടതിനെ വെള്ളിയാഴ്ച എന്നാക്കി? ആരോ സഭാപിതാക്കന്മാർ വെള്ളിയാഴ്ച ഫിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്, അത് വെള്ളിയാഴ്ചയാക്കി. അങ്ങനെ ദുഃഖ വെള്ളിയാഴ്ചയെന്നോ ഗുഡ് ഫ്രൈഡേ എന്നോ വിളിക്കുന്ന വെള്ളിയാഴ്ച ഉണ്ടായി. അന്ന് നടന്ന സംഭവം എന്തുവാണ്? പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുകയായിരുന്നു. യഥാർത്ഥത്തിൽ പെസഹയുടെ ദിവസം വ്യാഴാഴ്ച ദിവസമായിരുന്നു എന്നതിന് കലണ്ടറുകളിൽ രേഖയുണ്ട്. കലണ്ടറുകൾ മുഴുവനും പറയുന്നു വ്യാഴാഴ്ചയായിരുന്നു പെസഹ. 1 കൊരിന്ത്യർ 5:7 നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു. പാളയത്തിൻ്റെ വെളിയിൽ കർത്താവായ യേശു കാൽവറിയിൽ പൊലിഞ്ഞസ്തമിക്കുമ്പോൾ പാളയത്തിൻ്റെ ഉള്ളിൽ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുകയായിരുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു അകത്ത്, പാളയത്തിനകത്ത് ഏതു വ്യാഴാഴ്ച അറുക്കപ്പെട്ടോ അതേസമയം പാളയത്തിൻ്റെ വെളിയിൽ അറുക്കപ്പെട്ടു എന്ന് ഒരു കണക്കുണ്ട്. നമ്മളെ കണക്കുകളിലൂടെ പോകും. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പെസഹ കുഞ്ഞാടായിരുന്നു. ആ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പെസഹയിലെ പലവിധമായ ചിന്തകൾ വേഗത്തിലൊന്ന് ഓടിച്ച് ചിന്തിക്കുന്നത് കൊള്ളാം. ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിലും ഒരുപാട് തരത്തിലുള്ള ചിന്തകൾ കയറാം. പെസഹയല്ലായിരുന്നു പഴയ നിയമത്തിൻ്റെ പല ഭക്തന്മാരുടെയും ചിന്ത. മതം അഥവാ പരീശന്മാരെന്ന് പറയുന്നത് അങ്ങേയറ്റം മതഭക്തരായിരുന്നു. അവർക്ക് പെസഹയിലൊരു താല്പര്യമുണ്ടായിരുന്നു, യേശുവിനെ ഒതുക്കണം. നമ്മൾ പെസഹ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെ ആഘോഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ അവർക്ക് പറയാനുണ്ടായിരുന്നത് യവനെ ഒതുക്കണം. എങ്ങനെ ഒതുക്കണം? ഇതായിരുന്നു മതത്തിൻ്റെ ചിന്ത, നാമധേയ മതം. യൂദായുടെ ചിന്ത എപ്പോൾ ഒറ്റണമെന്നതായിരുന്നു. ഈ പുള്ളി 30 വെള്ളിക്കാശ് പറഞ്ഞൊത്തിരിക്കുകയാണ്. 30 വെള്ളിക്കാശ് എപ്പോൾ ഒറ്റണം. ശിഷ്യന്മാരുടെ ചിന്ത എവിടെ ഒരുക്കണമെന്നതായിരുന്നു. പെസഹ ഒരുക്കേണ്ടതിന് അവർ ചൊവ്വെ ഒരുക്കുവാൻ ആഗ്രഹിച്ചു. എനിക്കും നിങ്ങൾക്കും ചിന്ത ഇതാണ്, എവിടെ കർത്താവിന് വേണ്ടി വഴിയൊരുക്കണം, ശിഷ്യന്മാർ എവിടെ ഒരുക്കണം. യേശു നന്നായി തികയ്ക്കണമെന്ന ചിന്തയില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒപ്പിച്ചേച്ചു പോകാനല്ല, ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരിക്കുവാൻ എങ്ങനെ നന്നായി തികയ്ക്കണം. യേശുവിൻ്റെ ചിന്ത അതായിരുന്നു. ഹേരോദാവിൻ്റെ താല്പര്യം ഒത്താൽ ഒരു അത്ഭുതം ചുമ്മാ കണ്ടേച്ചുവാ. അത്ഭുതം ചെയ്യുന്നവനല്ലേ, ഒരത്ഭുതം കണ്ടേക്കാം. അതിക്കവിഞ്ഞ് ഐക്യ കാര്യമേ അല്ല, ഒരത്ഭുതം കാണണം. പലരും മീറ്റിങ്ങുകൾക്ക് എൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. അല്ല, കാണാൻ വന്നതാ. അവന് ഹേരോദാവിൻ്റെ ടൈപ്പാ, അവനൊരത്ഭുതം കാണണം. കാഴ്ചയൊന്നും ഇല്ല കുഞ്ഞെ, നിന്നെ കാണിക്കാനല്ല കർത്താവ് അത്ഭുതം ചെയ്യുന്നത്. പീലാത്തോസിൻ്റെ ചിന്ത രക്ഷിക്കണോ വേണ്ടായോ എന്നതാണ്. എനിക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന് നിനക്കറിയാമോ? ഞാൻ ആരാ പാർട്ടി നിനക്കറിയാമോ? സകല അധികാരവും എങ്കിലാന്ന് നിനക്കറിയാമോ? യേശുവിനോടൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്, എനിക്ക് നിന്നെ വിട്ടയക്കാൻ അധികാരമുണ്ടെന്നറിയാമോ? അപ്പോഴാണ് പീലാത്തോസിനോട് യേശു തിരിച്ചു വരുന്നത്, താൻ എന്തോട് പറയുന്നേ? എൻ്റെ അപ്പൻ തരാതെ നിനക്കെന്നത്തിൻ്റെ അധികാരമാണ്. നിൻ്റെ വിധി എന്നെ കൊലയ്ക്ക് കൊല്ലാൻ കൊടറ, അതിനാണ് നിന്നെ വിധിച്ചിരിക്കുന്നത്. പീലാത്തോസിൻ്റെ ഭാര്യയാണെങ്കിൽ ഇവനെ ഒഴിവാക്കണമെന്നതാണ് അവളുടെ ചിന്ത. പലവിധ ചിന്തകൾ. ഈ ആഴ്ചത്തെ പല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ തൊടാൻ പോകുക. ഇത്രയൊന്നും വിശദീകരിച്ച് തീരത്തില്ല. ഈ ആഴ്ചത്തെ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോകുക. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെയുള്ള കാര്യം. 1, കെട്ടഴിഞ്ഞ കഴുത. കെട്ടഴിഞ്ഞ കഴുത എന്ന പദത്തിൽ ഞാൻ ഒന്ന് നിൽക്കട്ടെ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, നമ്മൾ വാക്യം വായിക്കാൻ ഇപ്പം സമയം എടുക്കുന്നില്ല, കാര്യം എല്ലാ റിട്ടൺ റെഫറൻസ് നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് വാക്യങ്ങൾ പറഞ്ഞങ്ങ് പോവുകയായിരിക്കും നല്ലത്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, ആർക്കെങ്കിലും ഒരുവന് അവൻ്റെ കഴുതയുടെ കൂട്ടത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ
ആദ്യമേ പിറക്കുന്ന ആണൊക്കെയും ദൈവത്തിന് കൊടുക്കേണ്ടതാണത്. കഴുത പോലും പട്ടി പോലും ആടുപോലും മനുഷ്യൻ പോലും കടിഞ്ഞൂലായി പിറക്കുന്ന ആണൊക്കെയും ദൈവത്തിന് കൊടുക്കേണ്ടതാകയാൽ ആ കഴുതയെയും പട്ടിയെയും മനുഷ്യനെയും ദൈവത്തിന് കൊടുക്കണം. പക്ഷെ കഴുതയ്ക്കൊരു സോക്കേടുണ്ട്. കഴുതയെ ദേവാലയത്തിൽ കയറ്റാൻ പറ്റുകയില്ല, പട്ടിയെ ദേവാലയത്തിൽ കയറ്റാൻ കൊള്ളുകയില്ല. അങ്ങനെയാണെങ്കിൽ കഴുതയുടെയും പട്ടിയുടെയും വിധി ഒരാട്ടിൻകുട്ടിയെ കൊടുത്ത് അതിനെ വീണ്ടെടുക്കുവാൻ യജമാനൻ താല്പര്യപ്പെടുന്നെങ്കിൽ അതിനെ വീണ്ടെടുക്കാം. ഇല്ലാത്ത പക്ഷം അതിനെ കഴുത്തൊടിച്ച് കൊല്ലേണം. കഴുത്തൊടിച്ച് കൊല്ലേണ്ടതിന് വേണ്ടി പുറപ്പാട് 13:13 കഴുത്തൊടിച്ച് കൊല്ലേണ്ടതിന് വേണ്ടി അമ്മയോടൊപ്പം കെട്ടിയിരിക്കുന്ന ഒരു കഴുതയെ നിങ്ങൾ കാണും. മറക്കരുത്, പാപത്തിൻ്റെ ശിക്ഷയായി വിധിക്കപ്പെട്ട് ജീവിതത്തിൽ മരണമല്ലാതെ മറ്റൊന്നും കാണാനില്ലെന്ന് പറഞ്ഞ എന്നെ കഴുത്തൊടിച്ച് കൊല്ലേണ്ട എന്നെക്കുറിച്ച് എൻ്റെ യേശു ഒരു പ്രവചനാത്മാവിൽ ചിത്രീകരിച്ചേച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ലൂക്കോസിൻ്റെ സുവിശേഷം 11:30 നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ല്. നിങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു കഴുതയെ അതിൻ്റെ തള്ളയോടൊപ്പം കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണാം. കഴുത്തൊടിക്കുവാൻ വിധിക്കപ്പെട്ട കഴുത. അഴിച്ചു കൊണ്ടുവാ. കെട്ടപ്പെട്ട ചിലതിനെ അഴിച്ചു കൊണ്ടുവരുവാൻ സ്വർഗം എന്നെയും നിങ്ങളെയും അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. ആരോ സുവിശേഷം പറഞ്ഞ് എന്നെ അഴിച്ചതുകൊണ്ട് കൃപയാൽ ഞാൻ സ്വതന്ത്രനായി. കെട്ടപ്പെട്ട കഴുതയെ അഴിച്ചു വിടുക. മറക്കല്ല്, ഇന്നും അനേകർ കെട്ടപ്പെട്ട സാഹചര്യങ്ങളിലാണ്. അനേകർ കെട്ടപ്പെട്ട സാഹചര്യങ്ങളിലാണ് ഇന്നും. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, ഇന്നത്തെ സഭായോഗത്തിൽ മെസ്സേജ് പാസ്റ്റർ മേവർഗീസ് പറയരുത്. കാര്യം ചില രോഗങ്ങളൊക്കെ വന്നു. അതെ, ഞാൻ രോഗിയായിരുന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പേ രോഗിയായിരുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ശബ്ദമെടുത്ത് സംസാരിച്ചാൽ ലങ്സിന് കേടുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് നിശ്ചയമായും പ്രസംഗിക്കരുത്. ഞാൻ പറഞ്ഞു, പക്ഷേ സഭായോഗത്തിന് വേറെ ആരുമില്ലല്ലോ. നിങ്ങളുടെ ചർച്ചിൽ എത്രയോ പേര് കാണും. തണ്ട ഞാൻ പോകുന്നുണ്ടല്ലോ പലയിടത്തും, അങ്ങനെ പോയി പ്രസംഗിക്കുമല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു, എന്നോട് ഈ പറഞ്ഞ പുള്ളി സ്നാനപ്പെട്ടെങ്കിലും കെട്ടപ്പെട്ടവനായി, ഇന്നും രക്ഷപ്പെട്ടിട്ടില്ല. മനസ്സിലായോ? അവനെ കെട്ടിയിട്ടിരിക്കുക. സ്നാനപ്പെട്ടതാണെങ്കിലും സ്വതന്ത്രമല്ല, ആരും അഴിച്ചുവിടാനില്ല. സ്നാനപ്പെടാതെ പൂട്ടപ്പെട്ട പലരുമുണ്ട്, സ്നാനപ്പെട്ടേച്ച് പൂട്ടപ്പെട്ട പലതുമുണ്ട്, മാനസാന്തരപ്പെടാതെ പൂട്ടപ്പെട്ട പലതുമുണ്ട്. നല്ല പാപിയായി സൽസ്വഭാവിയായി അതേസമയം പാപത്തിൽ തുടരുന്ന പലരുമുണ്ട്. അനേകർ കെട്ടപ്പെട്ട ഇടത്ത് എന്നെ അഴിച്ചുവിട്ട ദൈവകൃപയ്ക്കായി സ്തോത്രം. കെട്ടപ്പെട്ട കഴുത ഈ പ്രാവശ്യത്തെ ചിന്തയുടെ ഒന്നാമത്തെ ആശയമായിരിക്കും. 2, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമെന്ന് അർത്ഥം വരുന്ന ഓശാന മുഴക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാർ ഞാനും നിങ്ങളും ആരാധനയുടെ നടുവിൽ ശബ്ദമുയർത്തും. അതിനെക്കുറിച്ച് ഭയപ്പെടരുത്, നാം ശബ്ദം ഉയർത്തിയേ മതിയാകും. പെന്തിക്കോസ്തുകാരെ ആരാധിക്കുമ്പോൾ എന്തിനാണ് ശബ്ദമെടുക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ നിങ്ങളിൽ 1-2 പേരെ ചിലരെ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. പണ്ടൊരിക്കൽ ഒരു രാജാവ് തൻ്റെ രാജ്യത്ത് ഒരു പ്രശ്നം നേരിട്ടു. രാജാവ് ഒരു കിരീടം ഉണ്ടാക്കുവാൻ വേണ്ടി കുറേ സ്വർണം ഒരു തട്ടാൻ്റെ കയ്യിൽ കൊടുത്തു. തട്ടാൻ അതിനകത്ത് ചെമ്പിൻ്റെ കളങ്കം ചേർത്ത് സ്വർണം മോഷ്ടിച്ച് കളഞ്ഞുവെന്നും തനിക്ക് രാജാവിന് കിട്ടിയത് തനി സ്വർണമല്ല പകരം ചെമ്പാണെന്നും രാജാവിൻ്റെ അകത്തൊരു ചിന്ത കയറി. ഈ തട്ടാനെ കൈയോടെ പിടിക്കണം, കള്ളനാക്കി പിടിക്കണം. പക്ഷെ എങ്ങനെ പിടിക്കും? ചെമ്പും സ്വർണവും കൂടെ ചേർത്ത് ഉരുക്കിയാൽ പിന്നെ അത് കണ്ടുപിടിക്കാവുന്ന മെതേഡാവുന്നില്ല. അന്ന് രാജ്യത്തുണ്ടായിരുന്ന ആർക്കമിഡീസ് എന്നറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ആർക്കമിഡീസ് പ്രിൻസിപ്പിൾ നിങ്ങൾ കേട്ട് കാണും. ആർക്കമിഡിയെ രാജാവ് വിളിച്ചു പറഞ്ഞു, നീ ശാസ്ത്രജ്ഞനല്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ. എൻ്റെ ഈ കിരീടത്തിനകത്ത് എത്ര ശതമാനം ചെമ്പുണ്ട്, എത്ര ശതമാനം സ്വർണ്ണമുണ്ട് എന്ന് കണ്ടുപിടിച്ച് തരണം. അയാൾ പറഞ്ഞു, പൊന്നു തമ്പുരാനെ, ഇന്ന് വരെ അതിനുള്ള ഒരു മെത്തേഡില്ല. ഇതൊന്നും പറഞ്ഞാൽ നീ തലയും കൊണ്ട് പോകില്ല, നിൻ്റെ തല വേണമെങ്കിൽ കണ്ടുപിടിച്ച് തരണം, ഇത്ര ദിവസത്തെ സമയം. ആർക്കമിഡി ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും രാജാവിൻ്റെ കിരീടത്തിൻ്റെ സ്വർണം എങ്ങനെ കണ്ടുപിടിക്കും, ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടാണ് ആർക്കമിഡീസ് നടക്കുന്നത്. ഒരു ദിവസം ആർക്കമിഡീസ് പറഞ്ഞിരുന്ന ദിവസത്തോടടുക്കുക, കുളിക്കാനായി ബാത്തബിനകത്തോട്ട് ഇറങ്ങി. ബാത്തബിനകത്തോട്ട് വെള്ളം നിറച്ചപ്പോൾ ആർക്കമിഡിക്ക് ഒരു കാര്യം മനസ്സിലായി. തൻ്റെ ആപേക്ഷിക സാന്ദ്രത കാരണം, പഠിക്കുന്ന പിള്ളേർക്കെല്ലാം അറിയാം,
ആപേക്ഷിക സാന്ദ്രത കാരണം തൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു. ആർക്കിമിഡീസിന് പെട്ടെന്ന് മനസ്സിലായി ആപേക്ഷിക സാന്ദ്രത എന്ന ആശയം പുറത്തു കൊണ്ടുവരാമെങ്കിൽ രാജാവിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായി. എൻ്റെ ജീവൻ തിരിച്ചു രക്ഷിക്കാൻ പോകുകയാണ്. ആർക്കിമിഡീസ് ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? അയാൾ വസ്ത്രമില്ലാതെ കണ്ട് കുളിക്കാൻ വേണ്ടി ബാത്ടബിനകത്ത് ഇറങ്ങിക്കിടന്ന മനുഷ്യൻ ഒരു ടവലോ വല്ലതും കാണുമെന്ന് നമുക്ക് അങ്ങോട്ട് ഒരു ടവൽ കൊടുക്കാം, അങ്ങനെ അല്ലെങ്കിൽ മോശമാണ്. അതുകൊണ്ട് ഒരു ടവലോ വല്ലതും ആയിരിക്കും അദ്ദേഹത്തിനുള്ളത്. ആ അർത്ഥവസ്ത്രധാരിയായി എഴുന്നേറ്റ് തെരുവിലൂടെ ഓടാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു യുറേക്ക യുറേക്ക യുറേക്ക. കണ്ടുപിടിച്ചു ആർക്കിമിഡീസ് താനെന്തോടെ കിടന്ന് ആഹ്ലാദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു എൻ്റെ അകത്തു നിന്ന് ആഹ്ലാദത്തിന് വകുപ്പുണ്ടായാൽ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ആകയാൽ യുറേക്ക അദ്ദേഹം വിളിക്കാൻ തുടങ്ങി. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആ ദൈവത്തിൻ്റെ വന്യസാന്നിധ്യം എൻ്റെയും നിങ്ങളുടെയും അകത്ത് വന്നാൽ ചിലരെല്ലാം ഓശാന വിളിച്ചിരിക്കും. ഓശാന വിളി ഈ ആഴ്ചത്തെ പ്രത്യേകതകളിൽ ഒന്നാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ ഈ ആശയത്തിൽ മുഴുവനൊന്നും വിശദീകരിച്ച് തീരത്തില്ല, ഒക്കുന്നിടത്തോളം ഒന്ന് തൊടാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, ആ വാക്യം ഞാൻ കൊടുത്തിട്ടില്ല. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ ആ സമയത്തെക്കുറിച്ചൊരു പ്രവചന പദം ഇങ്ങനെ പറഞ്ഞിരുന്നു: അഭിഷക്തനായൊരു പ്രഭു ഛേദിക്കപ്പെടും. ലോക ചരിത്രത്തിൽ എഴുന്നേറ്റ് വന്ന മാനവവർഗത്തിൻ്റെ അഭിഷക്തനായ കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദ മേധാവികൾ തള്ളിക്കളയുന്ന ദിവസത്തെയാണ് ആ എടുത്തു പറഞ്ഞിരുന്ന ദിവസം. അധികാരിയായവനെ തള്ളിക്കളയുന്ന ഒരു ദിവസം ഉണ്ടാവും. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിൽ അത് ചിത്രീകരിച്ചിട്ടുണ്ട്. ബാലന്മാരെല്ലാവരും ചേർന്ന് ഹോശാന എന്നാർപ്പിടുമ്പോൾ യഹൂദന്മാരുടെ നേതാക്കൾ എഴുന്നേറ്റ് നിന്നേച്ച് പറഞ്ഞു, ഈ പിള്ളേര് മിണ്ടാതിരിക്കാൻ പറ. യേശു പറഞ്ഞു, അങ്ങനെയല്ല നേതാക്കന്മാരെ, ഇവർ മിണ്ടാതിരുന്നാൽ ഈ കിടക്കുന്ന കല്ലുകൾ ആർക്കും. അന്ന് അനേകർ മിണ്ടാതിരുന്നതിനാൽ ഇന്ന് പകൽ ബേഥേലിനകത്ത് ആർക്കുന്ന ഒരു കൂട്ടം കല്ലുകളെ എഴുന്നേൽപ്പിച്ച ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഓശാന ആർക്കുന്നവരാണ്. തൻ്റെ അഭിഷക്തൻ തള്ളപ്പെടുന്ന രംഗമാണ്. അഭിഷക്തൻ തള്ളപ്പെടുന്നത് കാണാം. 4-മതായി യേശു ഒരാഴ്ച പട്ടണത്തിൽ പാർക്കുന്നതായി കാണാം. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 5 ദിവസം. ഞായറാഴ്ച രാവിലെ ഓശാനയ്ക്ക് വേണ്ടി പട്ടണത്തിനകത്ത് പ്രവേശിച്ച യേശു വ്യാഴാഴ്ച വൈകിട്ട് തിരുമേശ കഴിഞ്ഞ് പോകുന്നത് വരെ, തിരുമേശ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പോകുന്നത് വരെ പട്ടണത്തിൻ്റെ അകത്ത് പാർത്തു. പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം പറഞ്ഞത്, തൻ്റെ പെസഹ കുഞ്ഞാടിനെ വീടിനകത്ത് കയറ്റി കെട്ടിയാൽ തുടർന്നുള്ള 5 ദിവസങ്ങൾ ആബീബ് മാസം 10-ാം തീയതി വൈകുന്നേരം അതിനെ അകത്ത് കയറ്റിയാൽ 14-ാം തീയതി വൈകുന്നേരം വരെ ആട്ടിൻകുട്ടി തൻ്റെ പുരയ്ക്കകത്തുണ്ടായിരിക്കണം. എൻ്റെ യേശുവിനെ ഞായറാഴ്ച വൈകുന്നേരം കൊണ്ടുവന്നത് മുതൽ 14-ാം തീയതി വൈകുന്നേരം വരെ യേശു യെരുശലേം പട്ടണത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ യേശു അധികം നാൾ നിൽക്കാറില്ല. എന്തുകൊണ്ടാണ് നിന്നത്? വീട്ടിലുള്ള എല്ലാവരും ആടിനെ ശോധന ചെയ്യണം, ആടുമായി എല്ലാവരും ബന്ധപ്പെടണം. ബന്ധപ്പെട്ട ശേഷം ഇവൻ ഊനമില്ലാത്തവനെന്ന് ബോധം വരുത്തി ഒരു സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് ആവശ്യമാകയാൽ ആടിനെ അതിനകത്തുകൊണ്ട് നിർത്തണം. ശോധന ചെയ്യുന്നതായ ഒരു കാലഘട്ടമാണ്. ലൂക്കോസ് 19:47 യേശു പട്ടണത്തിൽ പാർക്കുന്നു. പട്ടണത്തിലെ വ്യത്യസ്ത തരം ആളുകൾ യേശുവിനെ ശോധന ചെയ്യുന്നു. നമുക്കത് പിന്നത്തേതിലെടുക്കാം. 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ മുഴുവനും വ്യത്യസ്ത ആളുകൾ യേശുവിനെ ശോധന ചെയ്യുന്നതാണ്. തുടർന്ന് യോഹന്നാൻ്റെ സുവിശേഷം 13:5 യേശു ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി തുടച്ചു. കഴുകി എന്നതും തുടച്ചു എന്നതും 2 കാര്യങ്ങളെ കാണിക്കുന്നതാണ്. കഴുകിയങ്ങ് വിടുകയെന്ന് പറഞ്ഞാൽ ഹപ്പസാട്ട്, കംപ്ലീഷൻ അതിനകത്തില്ല. പക്ഷെ യേശു കഴുകുകയും തുടയ്ക്കുകയും ചെയ്യുന്നതാണ്. ഏത് ധൃതിയുടെ നടുവിലും ചെയ്യുന്ന കാര്യം ചെയ്ത് തീർക്കുന്ന, യോഗ്യമായി ചെയ്തു തീർക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തത് കുർദീഷ് അഥവാ ചെറിയ പെസഹ. വ്യാഴാഴ്ച വൈകിട്ടായിരിക്കണം അത് നടന്നത്. ഒരു വലിയ പെസഹ നടത്തുവാൻ ആവശ്യമുള്ള സജ്ജീകരണങ്ങളോ സാഹചര്യങ്ങളോ ഇല്ലാതെ വരുമ്പോൾ യഹൂദന് വേണ്ടി അനുവദിക്കപ്പെട്ടിരുന്ന ഒന്നാണ് ചെറിയ പെസഹ. അതിനെ കുദ്ദീഷ് എന്ന് വിളിച്ചിരുന്നു. കുദ്ദീഷ് അഥവാ ചെറിയ പെസഹ ലൂക്കോസിൻ്റെ സുവിശേഷം 22:14 നടന്നതായി കാണുവാൻ കഴിയും. 8 കർത്താവിൻ്റെ തിരുമേശ. കുദ്ദീഷിനല്ലിവിടെ പ്രത്യേകത, പെസഹയ്ക്കല്ലിവിടെ പ്രത്യേകത. പെസഹയെ തുടർന്ന് നടക്കുന്ന കർത്താവിൻ്റെ തിരുമേശയ്ക്കാണ് പ്രത്യേകത. ആ തിരുമേശ യേശു നിവർത്തിച്ചത് ലൂക്കോസ് 22 കാണാം.
തുടർന്ന് യേശുവിനെ ഒറ്റപ്പെടുന്നതായി കാണാം. ഒറ്റിക്കൊടുക്കുന്നത് യൂദ വന്ന് യേശുവിനെ ഒറ്റി. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ചിന്ത എവിടിട്ടൊറ്റണം, എപ്പോൾ ഒറ്റണം, സാഹചര്യം ഏതെന്നാണ്. കാര്യം പുള്ളിക്കൊരു 30 വെള്ളിക്കാശിൻ്റെ ചിന്തയുണ്ട്. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നുണ്ട്. അടുത്തത് യേശു പിടിക്കപ്പെടുന്നു. 11-ാമതായി മതത്തിൻ്റെ നിയമവിധികളിലേക്ക് മതം പ്രവേശിക്കുന്നു. നമ്മൾ അല്പം കൂടെ ഗൗരവമായി പിന്നെ അതിനെ ചിന്തിക്കും. മതത്തിൻ്റെ, യഹൂദ മതത്തിൻ്റെ നിയമവിധികളിലേക്ക് പോയി കള്ളസാക്ഷികളെ കൊണ്ട് നിർത്തിയിട്ടും അവന് വിരോധമായി ഒന്നും സ്ഥാപിക്കാൻ കഴിയാതെ ആകെ കൺഫ്യൂസായി മതം പിരിഞ്ഞു. അവർ പലതും പറഞ്ഞെങ്കിലും ഒത്തുവന്നില്ല. ഒത്തുവരാതെ വന്ന സാഹചര്യത്തിൽ യേശുവിനെ തല്ലി പരിഹസിച്ചു അവർ മാറി. 12 പത്രോസിൻ്റെ തള്ളിപ്പറച്ചിൽ. പത്രോസും യൂദായും ഏറെക്കുറെ അടുത്തടുത്ത് വരെ എത്തി. അവരുടെ ക്യാരക്ടറിൽ ഒരല്പം വ്യത്യാസം ഉണ്ടായിരുന്നത്. സ്വർഗം മാനിച്ച കാരണത്താൽ പത്രോസ് കൈവിടപ്പെട്ടില്ല, എന്നാൽ യൂദ കൈവിടപ്പെട്ടു. പത്രോസും യേശുവിനെ തള്ളിപ്പറഞ്ഞു. അടുത്തത് നിയമത്തിൻ്റെ ന്യായവിധി. യഹൂദൻ്റെ നിയമത്തിന് പരിമിതികളുണ്ട്. കൊല്ലുവാൻ അവന് അനുവാദമില്ല. കുറ്റം കണ്ടുപിടിക്കുവാൻ ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കിയെങ്കിലും കള്ളസാക്ഷികളെ കൊണ്ടു നിർത്തിയെങ്കിലും ഒന്നും ഒത്തുവരാഞ്ഞതുകൊണ്ട് അവർ കൺഫ്യൂസ്ഡായി പിരിയുമ്പോൾ സാക്ഷാൽ നിയമം ഹേരോദാവ് പറഞ്ഞു, ഞാൻ ഇവനിലൊരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസിൻ്റെ ഭാര്യ പറഞ്ഞു, ഇവൻ നീതിമാനാണ്. 3 വിധി തനിക്ക് അനുകൂലമായി. കുറ്റം കാണുന്നില്ല, ഇവൻ നീതിമാനാണ്. 14 യേശുക്രിസ്തുവിന് ലഭിച്ച മരണത്തിൻ്റെ വിധി നിയമത്തിന് വിരോധമായി. 15 യേശുവിൻ്റെ കാൽവറിയിലെ 7 മൊഴികൾ. ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് 7 മൊഴികൾ. അതിനകത്ത് നിവർത്തിയായി എന്ന് യോഹന്നാൻ 19:20 കാണുന്ന നിവർത്തിയായി എന്ന പ്രസ്താവന, ഇറ്റ്സ് ഫുൾഫിൽഡ് എന്ന പദം, ടെലസ്റ്റസ്ലിയ എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ രാത്രിയിലും ഗ്രീക്ക് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പല ഭാഗങ്ങളിലൂടെ ഒരു പ്രാവശ്യം കൂടെ ഇറങ്ങിപ്പോകാനിടയായി. ടെലസ്റ്റസ്ലിയ എന്ന പദത്തിന് എല്ലാ ഗ്രീക്ക് പണ്ഡിതനും പറയുന്ന ഒരാശയം, അത് ഒരു വ്യക്തി പറഞ്ഞാൽ അപൂർണമാണ്. പെയ്ഡ് ഇൻ ടോട്ടൽ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. പെയ്ഡ് ഇൻ ടോട്ടൽ, കംപ്ലീറ്റ്ലി കൊടുത്തു തീർത്തിരിക്കുന്നു എന്നാണ് പദത്തിൻ്റെ അർത്ഥം. പക്ഷേ അത് പറയുന്ന പ്രത്യേക സാഹചര്യമുണ്ട്. ഒത്താൽ ഞാനത് ഒന്നുകൂടെ തൊട്ടോളാം. 2 പേർ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് എഴുതി ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. ഞാനൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇത്ര കോടി രൂപ കടമെടുക്കുന്നു, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ കടമെടുക്കുന്നു, ഇന്ന സമയത്തിനകം തന്നു തീർത്തോളാം എന്ന് ഒരു വ്യവസ്ഥ വയ്ക്കുന്നു. കൊടുത്തു തീർക്കേണ്ട ഞാനും അത് എനിക്ക് വേണ്ടി മുന്നമേ കൊടുത്ത വ്യക്തിയും ചേർന്ന് ഒരു പ്രസ്താവന പറയണം, ടെലസ്റ്റസ്ലിയ. ആ കൊടുത്തു തീർക്കേണ്ട, എനിക്ക് പകരം കൊടുത്തയാൾ വിളിച്ചു പറയണം ടെലസ്റ്റസ്ലിയ. പക്ഷേ ആ ഒറ്റപ്പെട്ട വ്യക്തിയുടെ വാക്കിനകത്ത് അർത്ഥമില്ല. മറുവശത്തു നിന്ന് ഞാനും വിളിച്ചു പറയണം ടെലസ്റ്റസ്ലിയ. ആ കണ്ടീഷൻ ഞാൻ അംഗീകരിച്ചു. ഇതായിരുന്നു യേശുവിൻ്റെ കാൽവറിയിൽ ഒടുവിലായി നിവർത്തിയായി എന്ന് പറഞ്ഞത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി പലതും നിവർത്തിച്ച ശേഷം ടെലസ്റ്റസ്ലിയ എന്ന് യേശു വിളിച്ചു പറഞ്ഞെങ്കിൽ ഞാൻ ഇപ്പുറത്ത് നിന്ന് വിളിച്ചേ മതിയാകെയുള്ളൂ. ടെലസ്റ്റസ്ലിയ നിവർത്തിയായി. യേശു പറഞ്ഞു, നീ മാനസാന്തരപ്പെടണം. ഞാൻ പറയണം, കർത്താവേ, ഞാൻ അങ്ങേ രക്ഷകനായി അംഗീകരിക്കുന്നു. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവൻ വാഗൊണ്ട് ഏറ്റു പറയണം. ഞാൻ എൻ്റെ വാഗൊണ്ട് അത് ഏറ്റു പറഞ്ഞു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. യേശു എന്തെല്ലാം പറയുന്നോ അതിനൊരു പ്രതിവാചകം എൻ്റെ വായിൽ നിന്ന് വരയണം. 2 പേർ തമ്മിൽ ചേർന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ആ പദം കംപ്ലീറ്റ് ആകുകയുള്ളൂ. 16 യേശുവിൻ്റെ മരണം. 17 തൻ്റെ അടക്കം. 18 തൻ പാതാള ലോകത്തേക്ക് ഇറങ്ങിപ്പോകുന്നത്. 19 തൻ്റെ ഉയർപ്പ്, തുറന്ന കല്ലറ. 20 ഉരുണ്ട കല്ലും ചുറ്റിയ ശീലയും. 21 വ്യത്യസ്തമായ വെളിപ്പെടലുകൾ. യേശു മറിയമാർക്ക് പ്രത്യക്ഷനായി. യേശു ക്ലയപ്പാവിന് പ്രത്യക്ഷമായി. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി. 3 പ്രത്യക്ഷതകൾ. ഇന്ന് പകൽ വിട്ടുകളയാതെ ഞാൻ പറയട്ടെ, എനിക്ക് പ്രത്യക്ഷനായി. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിൽ അവിടെയും ഇവിടെയും എനിക്ക് ആവശ്യം നേരിടുമ്പോൾ എനിക്കെൻ്റെ യേശു ആവർത്തിച്ച് പ്രത്യക്ഷനായി. എന്നെ രക്ഷിക്കേണ്ടതിന് പ്രത്യക്ഷനായി.
എന്നെ സ്നാനവെള്ളത്തിലേക്ക് ഇറക്കേണ്ടതിന് പ്രത്യക്ഷനായി. എൻ്റെ മുൻപിൽ നടന്ന് മാതൃക കാണിക്കേണ്ടതിന് പ്രത്യക്ഷനായി. എനിക്ക് അഭിഷേകം തരേണ്ടതിന് പ്രത്യക്ഷനായി. എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു നിർത്തേണ്ടതിന് പ്രത്യക്ഷനായി. ഇന്ന് പകൽ ഇവിടെ കൊണ്ടുവരുവാൻ പ്രത്യക്ഷനായി. ഇന്ന് പകൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ എത്ര പേർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്? യേശുവിൻ്റെ പ്രത്യക്ഷത വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇന്ന് നമുക്ക് പ്രത്യക്ഷപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇനി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ. He was tested. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ, 3 ടെസ്റ്റുകളോട് ചേർത്ത് അത് ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. He was to be tested by different types of people. പല ടൈപ്പിൽ പെടുന്ന ആളുകളാൽ ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. ഏതാണ്ട് 10 വിധം ആളുകൾ യേശുവിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായി നമ്മൾ ഈ ആഴ്ചത്തെ സംഭവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ആടിനെ വീടിനകത്ത് കയറ്റി കെട്ടിയാൽ, ആബീബ് മാസം 10-ാം തീയതി വൈകുന്നേരം ആടിനെ വീടിനകത്ത് കയറ്റി കെട്ടിയാൽ ആബീബ് മാസം 14-ാം തീയതി വൈകുന്നേരം വരെ ആട് വീടിനകത്തുണ്ടായിരിക്കണം. ആ വീട്ടിലുള്ള ആളുകൾ ഈ ആടിനെ ശോധന ചെയ്ത് ഊനമില്ലാത്ത ആണാണ് എന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി ഒരു അവസരമുണ്ട്. പല തരത്തിലുള്ള ആളുകൾ യേശുവിനെ ടെസ്റ്റ് ചെയ്തു. He proved to be spotless, unblamed, blemished, the Lamb of God. ദൈവത്തിൻ്റെ കുഞ്ഞാട്, പാപമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടായി തന്നെത്താൻ വെളിപ്പെട്ടു. He expects his brides to be spotless too. തൻ്റെ മണവാട്ടിയായ സഭയും കറാചുളുക്കം വാട്ടമില്ലാത്തവയായിരിക്കുവാൻ യേശു താല്പര്യപ്പെടുന്നു. 3 വ്യത്യസ്ത സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ പറഞ്ഞു. 1, പരീശന്മാർ യേശുവിനെ ശോധന ചെയ്തു. നാമധേയ മതത്തെ ഞാൻ ആദ്യം എടുത്തുകൊണ്ട് പരീശവൃന്ദത്തെ തൊട്ടായിരുന്നല്ലോ മതഭക്തന്മാരെന്നവരെ വിളിക്കുന്നു. അവർ യേശുവിനെ ശോധന ചെയ്തു. 2, ന്യായശാസ്ത്രികൾ യേശുവിനെ ശോധന ചെയ്തു. 3, സ്ക്രൈബ്സ്, ന്യായപ്രമാണത്തിൻ്റെ എഴുത്തുകാർ. അവന്മാരെക്കുറിച്ചാണ് യേശു പറഞ്ഞത്, ഇവന്മാരാണ് ന്യായപ്രമാണം നശിപ്പിച്ച് ഇല്ലാതെയാക്കിയത്. ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിൽ അവരുടേതായ ആശയം കൂടെ തിരികെ കയറ്റി അവരുടെ ആശയങ്ങൾ, ദൈവിക ആശയങ്ങൾക്ക് പകരം വെച്ച സ്ക്രൈബ്സ്, ദ കോപ്പി റൈറ്റേഴ്സ്. അടുത്തത് ഹേരോദ്യൻസ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ യേശുവിനെ ശോധന ചെയ്തു. സാദൂക്യർ യേശുവിനെ ശോധന ചെയ്തു. മഹാപുരോഹിതന്മാർ യേശുവിനെ ശോധന ചെയ്തു. സാധാരണ ജനങ്ങൾ യേശുവിനെ ശോധന ചെയ്തേച്ച് അവനെ ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. പീലാത്തോസ് അവരോട് ചോദിച്ചു, അവൻ ചെയ്ത കുറ്റമെന്ത്? മറുപടി ഇത്രയുള്ളായിരുന്നു, അവനെ ക്രൂശിക്കുക. സഭാ കൗൺസിൽ യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു. അവനെ കൊല്ലുവാനായി അവർ തീരുമാനിച്ചു. പീലാത്തോസ് അവസാനമായി യേശുവിനെ കൊല്ലുവാൻ തീരുമാനിച്ചു. ഇങ്ങനെ 10 വിധ ടെസ്റ്റുകൾ യേശുവിന് വിരോധമായി നടന്നു. ഈ സമയത്ത് യേശു ആബീബ് മാസം 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ആ സമയം കൊണ്ട് യേശു അനേക ഉപമകൾ ഉപയോഗിച്ചുകൊണ്ട് അഡ്വൈസ് വേണ്ടവർക്ക് അഡ്വൈസ് കൊടുത്തു. ഇൻസ്ട്രക്ഷൻസ് വേണ്ടവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. പ്രബോധിപ്പിക്കേണ്ടവരെ പ്രബോധിപ്പിച്ചു. അഡ്മോണിഷ് ചെയ്യേണ്ടവരെ, വഴക്ക് പറയേണ്ടവരെ വഴക്ക് പറഞ്ഞു. റബ്യൂക്ക് ചെയ്യേണ്ടവരെ, താക്കീത് ചെയ്തു. ശപിക്കേണ്ടവരെ ശപിച്ചു. വ്യത്യസ്ത തരക്കാരോട് ഒരുപോലുള്ള ഉപമകൾ ഉപയോഗിച്ചുകൊണ്ട് ഇടപെടേണ്ടതുപോലെ എൻ്റെ യേശു ഇടപെട്ടു. ഞാനിനി ടൈം ലൈനിലേക്ക് പ്രധാനമായിട്ട് ഒന്നുകൂടെ തിരിയാനായിട്ട് പോകുകയാണ്. അന്ത്യകാലത്തെ കുറിക്കുന്ന പ്രവചനങ്ങൾ യേശു ആ ദിവസങ്ങൾ കൊണ്ട് പ്രഖ്യാപിച്ചു. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരുമെന്ന യാഥാർത്ഥ്യം യേശു ഊന്നി പറഞ്ഞു. അബോമിനേഷൻസ് ഓഫ് ഡെസല്യൂഷൻ, മ്ലേച്ഛപരമായ പ്രവർത്തികൾ ഉയർന്നു വരും എന്ന് യേശു പറഞ്ഞു. തൻ്റെ മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും യേശു സൂചന നൽകി. അങ്ങനെ ബുധനാഴ്ചയിലേക്ക് കയറി. ബുധനാഴ്ചയാണ് ഈ കുർദിഷ് നടക്കുന്നതെന്ന് ഒരളവിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ സ്പൈ വെനസ്ഡേ എന്നാണ് ആ ബുധനാഴ്ച വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞു പോയേക്കാം. സ്പൈ വെനസ്ഡേ എന്നാണ് വെനസ്ഡേയെ വിളിക്കുന്നത്. കാര്യം അന്നായിരിക്കണം ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യപ്രകാരം യൂദ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ പോകുന്നതും യേശുവുമായി ബന്ധപ്പെടാം എന്ന് പറഞ്ഞു വെക്കുന്നതും. എന്നെ കേൾക്കുന്ന സകലരും ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു, യൂദയും പത്രോസും ഏറെക്കുറെ സമാന ലൈനുകളിൽ സഞ്ചരിച്ച്
ഏറെക്കുറെ ഒരേ അടുപ്പം വരെ എത്തിയെങ്കിലും അവരുടെ ബേസിക് ക്യാരക്ടറിനകത്ത് ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് പത്രോസ് രക്ഷപ്പെട്ടു. യൂദായിക്കൊരു തകരാറുണ്ടായിരുന്നു. പത്രോസ് മഹാപുരോഹിതനെ പരിചയമുള്ള ആളാണ്. പക്ഷെ യേശുവിനെ പരിചയപ്പെട്ടതോടെ പത്രോസ് മഹാപുരോഹിതൻ്റെ പരിചയം അങ്ങ് നിർത്തി. പക്ഷെ യൂദ മഹാപുരോഹിതൻ്റെ കൂടെ തുടർന്നു. ചില ആളുകളുണ്ട്, ബഥേലിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ അപ്പുറത്തും ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകും, ഇപ്പുറത്തും ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകും, മറ്റിടത്തും ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകും. വേറെ ചിലരങ്ങ് നിർത്തി. കാര്യം ദൈവം എന്നെ ഒരിടത്ത് നട്ടെങ്കിൽ ഞാനിവിടെ വളരും, ദൈവം എന്നെ പാകിയെങ്കിൽ ഞാനിവിടെ ഉയരും. പക്ഷെ യൂദ അങ്ങനെ അല്ലായിരുന്നു. മഹാപുരോഹിതന് അത്യാവശ്യത്തിന് തപ്പുമ്പോൾ ഇവൻ അവിടെ ഉണ്ട്, യേശുവിന് അത്യാവശ്യത്തിന് തപ്പുമ്പോൾ ഇവൻ ഇവിടെ ഉണ്ട്. പണസഞ്ചിയിൽ ഇട്ടത് മോഷ്ടിക്കണമെന്ന് തോന്നുമ്പോൾ പുള്ളി അതിനുമുണ്ട്. കണ്ടിടത്ത് എല്ലാം യൂദ ഒരുപോലുണ്ട്. നമ്മുടെ ഇടയിലെ ചില സമാന മാനസന്മാരുണ്ട്. വി. തോമസ് അവരെ വിളിച്ചിരുന്നത് മൈതാന മാനസന്മാരെന്ന. വിശാലമായ മൈതാനം പോലെ അതിഭയങ്കര മനസ്സാണ് ഈ വിശാല മാനസന്മാർക്ക്. നരകമാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. ഒടുവിൽ ചെല്ലുന്നതും അവിടെ. യൂദായിക്കും പറ്റിയ ഗതികേട് അതായിരുന്നു. മഹാപുരോഹിതൻ്റെ അടുക്കൽ ഇവൻ ഉണ്ട്. ഇവൻ പെട്ടെന്നൊരു ഓർമ്മ വന്നു. എപ്പോഴും ഈ ബഥേൽ എന്ന യേശുവിന് അത്യാവശ്യത്തിന് തപ്പുമ്പോൾ ഇവൻ ഇവിടെ ഉണ്ട്. പണസഞ്ചിയിൽ ഇട്ടത് മോഷ്ടിക്കണമെന്ന് തോന്നുമ്പോൾ പുള്ളി അതിനുമുണ്ട്. കണ്ടിടത്ത് എല്ലാം യൂദ ഒരുപോലുണ്ട്. നമ്മുടെ ഇടയിലെ ചില സമാന മാനസന്മാരുണ്ട്. വി. തോമസ് അവരെ വിളിച്ചിരുന്നത് മൈതാന മാനസന്മാരെന്ന. വിശാലമായ മൈതാനം പോലെ അതിഭയങ്കര മനസ്സാണ് ഈ വിശാല മാനസന്മാർക്ക്. നരകമാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. ഒടുവിൽ ചെല്ലുന്നതും അവിടെ. യൂദായിക്കും പറ്റിയ ഗതികേട് അതായിരുന്നു. മഹാപുരോഹിതൻ്റെ അടുക്കൽ ഇവൻ ഉണ്ട്. ഇവൻ പെട്ടെന്നൊരു ഓർമ്മ വന്നു. എപ്പോഴും ഈ ബഥേൽ എന്നും പറഞ്ഞിരുന്നാൽ ശരിയാകുകയില്ല, നമുക്ക് മഹാപുരോഹിതനെ ഒന്ന് കാണാം, 10 രൂപ കാശ് കിട്ടുന്നതാണ്. ഇവൻ ബുധനാഴ്ചയാണ് മഹാപുരോഹിതൻ്റെ അടുക്കൽ പോകുന്നതും യേശുവിനെ ഒറ്റിക്കൊടുക്കാമെന്ന് പറഞ്ഞ് തുക പറഞ്ഞു വെക്കുന്നതും എന്ന് പൊതുവെ വിശ്വസിക്കുന്നു. കാരണം 1-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള സഭകൾ, ഞാൻ ഒന്നുകൂടെ ചരിത്രത്തിൽ പോകുകയാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള സഭകൾ ആ ബുധനാഴ്ചയെ സ്പൈ വെനസ്ഡേ എന്ന് വിളിച്ചിരുന്നു. ആ ബുധനാഴ്ചയെ സ്പൈ വെനസ്ഡേ എന്ന് വിളിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ബുധനാഴ്ചയാണ് ഇവൻ അവസാനമായി പോയി സ്പൈ ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് അക്കാലത്തെ സഭ വിശ്വസിച്ചിരുന്നു. വ്യാഴാഴ്ചയായിരിക്കണം യേശു ഖുദ്ദീസിന് വേണ്ടി ഇരുന്നത്, തൻ്റെ ശിഷ്യന്മാരുമായി പെസഹ ആചരിപ്പാനായിരുന്നത്. ബുധനാഴ്ച വൈകിട്ട് ചില കാര്യങ്ങളെല്ലാം നടന്നു. യേശു ക്രിസ്തു പെർഫോംഡ് എ ഖുദ്ദീസ്, ദാറ്റ് ഇസ് തേഴ്സ്ഡേ നൈറ്റ്. വ്യാഴാഴ്ച രാത്രിയായപ്പോൾ യേശു ചില കാര്യങ്ങൾ ചെയ്തു. ബുധനാഴ്ച രാത്രിയായപ്പോൾ യേശു ചില കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, തൻ്റെ ശിഷ്യന്മാരുമായി പെസഹയ്ക്ക് വേണ്ടിയിരുന്നു. വ്യാഴാഴ്ച സാക്ഷാൽ പെസഹ കുഞ്ഞാട് പാളയത്തിൻ്റെ അകത്തറുക്കപ്പെടുമ്പോൾ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി പാളയത്തിൻ്റെ വെളിയിൽ അറുക്കപ്പെട്ടു. ബുധനാഴ്ച വൈകിട്ട് ഖുദ്ദീസിന് വേണ്ടി യേശു തൻ്റെ ശിഷ്യന്മാരുമായിരുന്നു. അവിടെ വെച്ച് യേശു കർത്താവിൻ്റെ തിരുമേശ എസ്റ്റാബ്ലിഷ് ചെയ്തു. യൂദായെ പറഞ്ഞു വിട്ടേച്ച് ശേഷിച്ച അപ്പോസ്തലന്മാർക്ക് കർത്താവിൻ്റെ തിരുമേശ കൊടുത്തു. ദൈവരാജ്യത്തിൽ പുതുതായി പന്തിക്കിരിക്കുവോളം ഈ അനുഭവം ഞാൻ എടുക്കുന്നതല്ല എന്ന് പറഞ്ഞ് അവർക്ക് കർത്താവിൻ്റെ തിരുമേശ ഉറപ്പിച്ചു കൊടുത്തു. തുടർന്ന് യൂദാസിനെ നീ ചെയ്യേണ്ട കാര്യം ചെയ്യുക എന്ന് പറഞ്ഞ് അനുവദിച്ചേൽപ്പിച്ചു. ചിലർ പറയാറുണ്ട്, ദൈവത്തിൻ്റെ അനുമതിയോടെ ഞാൻ ചെയ്യുന്നത്. സ്നാനപ്പെടണ്ടായോ എന്നുള്ളൊരു വലിയ ചോദ്യം എൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു സ്നാനപ്പെടണ്ടെന്ന്. ശരി, അങ്ങനെ പലരോടും പറഞ്ഞിട്ടുണ്ട്. യൂദായോടും അങ്ങനെ തന്നെയല്ലായിരുന്നോ? നീ പോയി വെളുപ്പം ചെയ്യടാ എന്നാ പറഞ്ഞു. കാര്യം നീ രണ്ടായാലും നശിക്കുകയുള്ളൂ, നന്നാകാനുള്ളവനല്ല. നന്നാകാൻ ഉള്ളവനെ എനിക്കറിയാം, നന്നാകരുതാത്തവനെ എനിക്കറിയാം. നിന്റെ വിധി മറ്റേതാ, പോ. കാര്യം ഞാൻ നോക്കുമ്പോൾ നീ മറ്റിടത്ത് കറങ്ങുന്നവനാ. നിന്നെ ഒരിക്കലും എൻ്റെ കൂടെ കാണാറില്ല. കണ്ട നിരൂപകൻ്റെ കൂടെ കൂടേണ്ടപ്പോൾ അവിടെയും പോയി കൂടും. അതിന് കൈ കാണിക്കേണ്ടപ്പോൾ അതിനും കൈ കാണിക്കും. ഇതിന് കമൻ്റ് അടിക്കപ്പെടേണ്ടപ്പോൾ ഇതിനും കമൻ്റ് അടിക്കും. ഒറ്റണ്ടപ്പോൾ ഒറ്റും, പറയേണ്ടപ്പോൾ പറയും. യൂദാ, നീ ചെയ്യാനുള്ളത് ചെയ്യ്. നീ ജനിക്കാതെ ഇരുന്നെങ്കിൽ അയ്യോ നിനക്ക് നന്നായിരുന്നു. ആ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ നന്നായിരുന്നു. അന്ന് രാത്രിയിൽ യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഞാൻ അല്പം കൂടെ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. യേശു അറസ്റ്റ് ചെയ്യപ്പെടുവാൻ യൂദാ തന്നെയായിരുന്നു കാരണം. ചുമ്മനം കൊണ്ട് മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുവാൻ, ഏറ്റവും സ്നേഹസന്തോഷത്തോടുകൂടെ വന്ന് മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുവാൻ
യൂദാ വന്ന് യേശു അവനെ വിളിച്ച ഒരു വിളിയുണ്ട്, സ്നേഹിത, ചുമ്മനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നത്? യൂദായാൽ ഒറ്റപ്പെട്ടു. ആ സമയത്താണ് മഹാപുരോഹിതൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോകുന്നതും മഹാപുരോഹിതൻ യേശുവിനെ ശോധന ചെയ്യുന്നതും. ബൈബിൾ പഠിപ്പിക്കുന്നു, മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രം കീറി. ഞാനിവിടെ ഒരു പദം ഒന്ന് ഓർമ്മിപ്പിക്കാം. ലേവ്യ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, ലേവ്യ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, വിശുദ്ധ വസ്ത്രം ധരിക്കേണ്ടതിനായി നിയമിക്കപ്പെട്ടവനും അഭിഷേക തൈലം തലയിൽ വഹിക്കുന്നവനുമായ മഹാപുരോഹിതൻ തൻ്റെ ജീവകാലത്ത് ഒരിക്കലും വസ്ത്രം കീറരുത്, താടി വിച്ചിപ്പറിക്കരുത്. ആവർത്തിക്കാം. ലേവ്യ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, വിശുദ്ധ വസ്ത്രം ധരിക്കാൻ നിയമിക്കപ്പെട്ടവനും അഭിഷേകത്തിന് വിധിക്കപ്പെട്ടവനുമായ മഹാപുരോഹിതൻ ഒരു കാലത്തും തൻ്റെ വസ്ത്രം കീറരുത്, തൻ്റെ താടി വിച്ചിപ്പറിക്കരുത്. ഇത് രണ്ടിലൊന്ന് ചെയ്താൽ അവൻ്റെ പൗരോഹിത്യം നഷ്ടമാകും. പുതിയ നിയമത്തിൻ്റെ മഹാപുരോഹിതനാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ പഴയ നിയമത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയ ശേഷം പഴയ നിയമത്തിൻ്റെ ഒടുവിലത്തെ കണ്ണിയായ മഹാപുരോഹിതൻ യേശുവിനോടൊരു ചോദ്യം ചോദിച്ചു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു ആകുന്നുവോ? ഞങ്ങളോട് പറക എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല, പക്ഷേ ഇന്നു മുതൽ ഓ ഗോഡ്, മനുഷ്യപുത്രൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത് നിങ്ങൾ കാണും. ഞാനാണ് ദൈവപുത്രനായ ക്രിസ്തു. യേശു ഇതുവരെ ആരോടും പറയാതിരുന്ന കാര്യം പറയുകയും പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതൻ ഒറ്റപ്പിടി തൻ്റെ വസ്ത്രം വലിച്ചു കീറി. സാക്ഷാൽ മഹാപുരോഹിതനായ ഇവൻ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ പഴങ്കച്ച എന്തോ കാണിക്കാനാ, അത് കീറിയേച്ചു പോകാം, അയാളത് വലിച്ചു കീറിക്കളയുന്ന ഒരു കാഴ്ച കാണാം. ഞാൻ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണും, മഹാപുരോഹിതൻ വസ്ത്രം കീറി, സ്വർഗത്തിലെ ദൈവം ദേവാലയത്തിലെ തിരശ്ശീല ചവിട്ടി കീറി, എല്ലാം കൂടെ ഒരുപോലെ അങ്ങ് കീറി മാറി പുതിയ നിയമം ആരംഭിച്ചു. ഒരു പുതിയ നിയമം ആരംഭിക്കുവാൻ എൻ്റെ മുമ്പിൽ വെളിപ്പെട്ട ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ലേവ്യ പുസ്തകം 21-10 അരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് മഹാപുരോഹിതൻ കാണിക്കുകയും തൻ്റെ വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു. തുടർന്ന് യേശുവിനോടുള്ള വൈരാഗ്യം ഒതുക്കേണ്ടതിന് അവർ യേശുവിനെ ചാട്ടവാറിന് അടിക്കുന്നത് കാണാം. യഹൂദമതം ഉപയോഗിച്ചിരുന്ന പഴയ ചാട്ടവാറുകളിൽ ഒന്നാണ് കാണിച്ചിരിക്കുന്നത്. റോമൻ ഗവൺമെൻറ് ഉപയോഗിച്ചിരുന്ന ചാട്ടവാർ അല്ല യഹൂദമതം ഉപയോഗിച്ചിരുന്നത്. ഇത് യഹൂദമതം ഉപയോഗിച്ചിരുന്ന ചാട്ടവാറാണ് എന്ന് പൊതുവെ ചരിത്രകാരന്മാർ അംഗീകരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-64 യേശുവിനെ അവർ കണ്ണുകെട്ടി അവൻ്റെ മുഖത്ത് തുപ്പി തല്ലി. നിന്നെ തല്ലിയതാര്? പ്രവചിക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ പ്രവചന ശുശ്രൂഷയെ അവർ അപമാനിച്ചു, അവർ ചോദ്യം ചെയ്തു. യൂദ ഇതിനോടകം അനുതപിച്ചു. അവനെ കൊലയ്ക്ക് വിധിച്ചു എന്ന് അറിഞ്ഞതിനെ തുടർന്ന് യൂദ അനുതപിച്ചു. യൂദ പോയി മഹാപുരോഹിതന്മാരെ വീണ്ടും കണ്ടു. പറഞ്ഞാൽ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞ് ആ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പണം തിരിച്ചു കൊടുക്കാൻ തയ്യാറായി. ഞാൻ കേട്ടിട്ടുണ്ട്, ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഞാൻ എന്തെങ്കിലും ഒരു വലിയ കുറ്റമൊക്കെ ചെയ്താൽ എന്നേലും പിടി വീഴുന്ന സമയത്ത് ഞാൻ സഭയോടൊരു ക്ഷമയൊക്കെ ചോദിക്കും. ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെയൊന്നും എനിക്കുണ്ടായിട്ടില്ല. പിടി വീണ് കഴിയുമ്പോൾ സഭയോട് ക്ഷമ ചോദിക്കും. അതിങ്ങനെയാണ്, എല്ലാവരുടെ മുമ്പിലൊക്കെ എഴുന്നേറ്റ് നിന്ന് വെച്ച് പറയും, അല്ല ഞാൻ ആരോടേലും എന്തേലും കുറ്റം ചെയ്തെങ്കിൽ അങ്ങ് ക്ഷമിച്ചേര് കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ക്ഷമിക്കാൻ ആരണ്ടിരിപ്പുണ്ടെന്ന്? യൂദ അങ്ങനൊന്നും അല്ല. ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ട് ക്ഷമിച്ചേക്കാനൊന്നും അല്ല പറഞ്ഞ്. യൂദ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തിരിക്കുന്നു. പ്രായശ്ചിത്തം തൻ്റെ കൊണ്ടുപോയ പണം മുഴുവനും തിരിച്ചു പിടിച്ചോ? എനിക്ക് വേണ്ട, ഞാൻ കൊണ്ടുപോകത്തില്ല. മഹാപുരോഹിതൻ പറഞ്ഞത് നിന്റെ കാര്യം നീ നോക്ക്. അവൻ പറഞ്ഞു, അങ്ങനാണെങ്കിലും ഞാൻ ഈ പണം കൊണ്ടുപോകത്തില്ല. അയാൾ ചുമ്മാ തന്നതല്ല, ഇരുന്നോട്ടൊക്കെ എന്ന് പറഞ്ഞ് പോക്കറ്റിലിടുകയല്ല. അനുതാപത്തിൻ്റെ അങ്ങേയറ്റം സാക്ഷാൽ അനുതപിച്ചെങ്കിലും അനുതപിക്കേണ്ട സമയത്ത് അനുതപിക്കാതെ പോയാൽ വിടുതലില്ല എന്ന് മറക്കരുത്. പണ്ട് നമ്മുടെ ആഖാന് പറ്റിയതുപോലെ സമയം തെറ്റി അനുതാപങ്ങൾ അംഗീകരിക്കപ്പെടുന്നതല്ല.
പിടിക്കപ്പെട്ട ശേഷമല്ല അനുതപിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം എവിടെയെങ്കിലും ദൈവത്തോട് ക്ഷമ ചോദിച്ച് നിരക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു ദൈവ പ്രത്യക്ഷത കർത്താവ് തരട്ടെ. നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിച്ച് നിരക്കാം. അങ്ങനെയൊന്ന് നിരന്നാൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് ക്ഷമ ലഭിക്കും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അവൻ്റെ കുടലുകളൊക്കെയും തുറിച്ച് അവൻ കുടൽ പൊട്ടിച്ചാകുകയായിരുന്നു. മാത്രമല്ല മഹാപുരോഹിതന്മാരെ പണം കയ്യിലെടുത്തേച്ച് പറഞ്ഞു, ഇത് രക്തവിലയാകയാൽ ശ്രീഭണ്ഡാരത്തിലിടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് തൻ്റെ പരദേശികളെ കുഴിച്ചിടുവാൻ കുശവൻ്റെ നിലം വാങ്ങാൻ കൊടുത്തു. ആ നിലത്തിന് അക്കൽദാമ എന്ന് പേരായി. അക്കൽദാമയിലേക്ക് എന്നുവാൻ ഒക്കത്തില്ല. യേശുവിനെ ഒറ്റിയ ആ ഒറ്റുകാശ് 30 വെള്ളിക്കാശ് എടുത്ത് യൂദായുടെ അനുതാപത്തെ തുടർന്ന് കുശവൻ്റെ നിലത്തിനു വേണ്ടി കൊടുക്കുകയും ആ നിലം വാങ്ങി പരദേശികളെ കുഴിച്ചിടുവാൻ ഇസ്രായേലിൽ ഇത് മാറ്റിവെക്കുകയും അക്കൽദാമ എന്ന് അതിനെ വിളിക്കുകയും ചെയ്തു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു കാൽവറിയിൽ മരിക്കുമ്പോൾ പരദേശിക്ക് വേണ്ടിയും കൂടെ കരുതി ഒരക്കൽദാമയും ഉണ്ടാക്കിയ ശേഷമാണ് എൻ്റെ യേശു പോയത്. ആ പണം മുഴുവനും അക്കൽദാമയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. യൂദാ കെട്ടിഞ്ഞാന്ന് ചത്ത ഒരു ദൃശ്യം ഒരു ചിത്രകാരൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് അത്രയും മാത്രം പറഞ്ഞ് ഞാൻ പോകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ കയ്യഫാവ് യേശുവിനെ, ആ വാക്യം വളരെ ഗൗരവമാണ്, വായിക്കുന്നെങ്കിലും തെറ്റില്ല. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ കയ്യഫാവിൻ്റെ അരമനയിൽ നിന്ന് അവർ യേശുവിനെ പീലാത്തോസിൻ്റെ അരമനയിലേക്ക് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. ഒന്ന് വായിച്ചു, ഞാനതൊന്ന് വിശദീകരിക്കാൻ പോവാം. പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യഫാവിൻ്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. പുലർച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രാത്രിയിൽ പെസഹ കഴിഞ്ഞു. ആ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. കഴിഞ്ഞ രാത്രിയിൽ പെസഹ കഴിഞ്ഞു. പെസഹയിൽ നിന്ന് എഴുന്നേറ്റ യേശുവിനെ അവർ പിടിച്ചു, ഗതസമനയിലിട്ട് യൂദ ഒറ്റി അവിടുന്ന് പിടിച്ചു. അവിടുന്ന് മഹാപുരോഹിതൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോയി പലവിധ ന്യായവിധികളും പീഡകളും നടത്തി. തുടർന്ന് അതിരാവിലെ, എന്ന് പെസഹ നടന്നോ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ, വളരെ കറക്റ്റാണല്ലോ, ഒന്നുകൂടെ ആവർത്തിക്കാം. ഒരു ദിവസം പെസഹ നടന്നു, വ്യാഴം പോലും വെള്ളി പോലും ഞായർ പോലും ഒരു ദിവസം പെസഹ നടന്നു. പെസഹ നടന്ന രാത്രിയിൽ യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടു. പെസഹ നടന്ന രാത്രിയിൽ യേശു കയ്യഫാവിൻ്റെ അരമനയിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അവർ പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോയി. ബ്രദർ ഒന്നുകൂടെ വായിക്കാമോ ഭാഗം? പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യഫാവിൻ്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല. അങ്ങനെ ആണെങ്കിൽ പെസഹയ്ക്ക് മുമ്പായിരുന്നോ പെസഹയ്ക്ക് ശേഷമായിരുന്നോ കൊണ്ടുപോയി? തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിക്കേണ്ടതിന് വേണ്ടി അവർ ആസ്ഥാനത്തിൽ കടന്നില്ല. പീലാത്തോസ് ഒരു ജാതിയാണ്, യഹൂദനല്ല. ജാതിയുടെ വീട്ടിൽ കയറിപ്പോയാൽ പിന്നെ പെസഹ കഴിപ്പ് നടക്കില്ല. ജാതിയുടെ ഭവനത്തിനകത്ത് കയറിപ്പോയാൽ പിന്നെ പെസഹ കഴിക്കാനൊക്കത്തില്ല, അശുദ്ധനാകും. പെസഹയുടെ അന്ന് രാവിലെ, വ്യാഴാഴ്ച വെളുപ്പിനെ, ആ പദം ഞാൻ ആവർത്തിക്കട്ടെ, ഈ വാക്യം മറിക്കരുത്. പെസഹയുടെ അന്ന് വെളുപ്പിനെ, വ്യാഴാഴ്ച രാവിലെ അവർ പീലാത്തോസിൻ്റെ അരമനയിലേക്ക് യേശുവിനെയും കൊണ്ടുപോയി തങ്ങൾ അശുദ്ധരാകാതെ പെസഹ കഴിക്കേണ്ടതിനായി ആസ്ഥാനത്തിൽ കടന്നില്ല, അവർ വെളിയിൽ നിന്നു. ഈ നാണം കെട്ട പീലാത്തോസ്, എൻ്റെ വീട്ടിൽ കയറാൻ വയ്യാത്തവൻ്റെ വിധി എനിക്ക് വേണ്ടടാന്നും പറഞ്ഞ് മാറ്റിവെക്കുന്നതിന് പകരം യഹൂദൻ്റെ പ്രീതി സമ്പാദിക്കാൻ തേണ്ട പൊക്കിക്കൊണ്ട് വെളിയിലോട്ട് വന്നിരിക്കുക. ഇവിടെ വന്നേച്ച് ചോദിച്ചു പറയുന്നടാ എന്നാ കാര്യമെന്ന്. എടോ താൻ ജാതിയാ, തൻ്റെ വീട്ടിൽ കയറിയാൽ പിന്നെ ഞങ്ങളുടെ പെസഹ നടക്കുകയില്ല. പക്ഷെ ഇവനെ കൊല്ലാൻ തനിക്കേ അധികാരം തരാനൊക്കത്തുള്ളൂ, അതുകൊണ്ട് ഇവനെ കൊല്ലണം. പെസഹയുടെ അന്ന് രാവിലെ അവരാസ്ഥാനത്ത് യേശുവുമായി ചെല്ലുകയും അവർ കടക്കാതെ പെസഹയാചരിക്കേണ്ടതിന് അവർ വഴി തപ്പുകയും ചെയ്തു. എങ്കിൽ വ്യാഴാഴ്ച രാവിലെയാണ് യേശുവിനെ പീലാത്തോസിൻ്റെ അരമനയിൽ എത്തിച്ചത്. എനിക്കൊന്ന് അതിനകത്ത് ഇനി ഒരു സംശയം വരാൻ വകുപ്പില്ല, ഒറ്റ വാക്യം കൊണ്ട്. അന്ന് വൈകിട്ട് യേശു കൊല ചെയ്യപ്പെട്ടു. എങ്കിൽ വ്യാഴം രാത്രിയിലും വെള്ളി പകലും വെള്ളി രാത്രിയിലും ശനി പകലും ശനി രാത്രിയിലും യേശു ഭൂമിയുടെ അകത്തിരുന്ന ശേഷം ഞായറാഴ്ച അതിരാവിലെ ശക്തിയോടെ ഉയർത്തു. 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ യേശു ഇരുന്നു. ഇത് റോമൻ ഗവൺമെൻറ്റിൻ്റെ ചാട്ടവാറിൻ്റെ ഒരു ചിത്രമാണ്.
യഹൂദൻ്റെ ചാട്ടവാറ് നമ്മൾ നേരത്തെ കണ്ടു. അതിനേക്കാൾ ഒത്തിരിയും കൂടെ ക്രൂരമാണ് റോമൻ ഗവൺമെൻറ്റിൻ്റെ ചാട്ടവാറ്. തുടർന്ന് യേശുവിനെ അവരെതിരേറ്റത് ഈ ചാട്ടവാറുമായി ആയിരുന്നു. യേശുവിനെ ക്രൂശിക്കുവാനായി വിധിക്കുകയും അദ്ദേഹത്തെ ക്രൂശ് ചുമപ്പിച്ചുകൊണ്ട് ഗോൽഗോഥയിലേക്ക് പോകുകയും ചെയ്തപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അലക്സാണ്ടറിൻ്റെയും രൂഫസിൻ്റെയും പിതാവായി വയലിൽ നിന്ന് വരുന്ന കുറേക്കരക്കാരനായ ശിമോൻ എന്നൊരുവനെ പടയാളികൾ പിടികൂടി യേശുവിൻ്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഏർലി മോർണിംഗ് ഈ വാക്ക് ദൈവം എന്നോട് ഇടപെട്ടു. അലക്സാണ്ടറിൻ്റെയും രൂഫസിൻ്റെയും പിതാവായിരുന്ന വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോൻ. തുടർന്ന് അലക്സാണ്ടറിനെയും രൂഫസിനെയും തിരുവചനം ചിത്രീകരിക്കുന്നത് അവർ പ്രസിദ്ധരായി മാറി, ക്രിസ്തുവിൽ പ്രസിദ്ധരായി അവർ മാറി. ഒരാൾ സാമ്രാജ്യത്തിൻ്റെ ഗവർണറായി മാറി. എന്തുപറ്റി അലക്സാണ്ടറെ? ജാതിയിൽ താണ നിനക്ക് എന്തുപറ്റി? രൂഫസേ, ജാതിയിൽ താണ നിനക്ക് ഈ രാജ്യത്തിൻ്റെ ഗവർണറാകാൻ സാധിച്ചെന്നോ? അതെ, നിന്റെ അപ്പൻ എൻ്റെ യേശുവിൻ്റെ ക്രൂശ് ചുമ്മിക്കൊടുക്കുവാൻ നിൽക്കുമ്പോൾ നിന്നെ മാനിക്കാതെ വിടുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുകയില്ല. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചില കുഞ്ഞുങ്ങളോട് എടുത്തോർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് വെളുപ്പിനെ മുതൽ മേ ബി അറൗണ്ട് 3:30 ഓൺവേർഡ്സ് പരിശുദ്ധാത്മാവ് ഇന്ന് വെളുപ്പിനെ ഒരു 3:30 മുതൽ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ പിതാക്കന്മാർ ദൈവസന്നിധിയിൽ കഴിച്ച ചില പ്രത്യേക സൽക്കർമ്മങ്ങൾ മറക്കുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ളവനല്ല. അത് പ്രാപിക്കുവാൻ നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അലക്സാണ്ടറിൻ്റെയും രൂഫസിൻ്റെയും പിതാവായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോൻ എന്നൊരുത്തനെ യേശുവിൻ്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. അതുകൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം മാറി, തൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി മാറി. രൂഫസിൻ്റെ സഹായത്തോടെ യേശു ക്രൂശുമായി നടന്നു. യേശു നിന്ദിക്കപ്പെട്ടു. അവൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. അവൻ്റെ വസ്ത്രം പറിച്ചെടുത്ത് യേശുവിനെ അവർ നിന്ദിച്ചു. ഇന്ന് പകൽക്കാലം നിന്ദകൾ സഹിച്ച യേശുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ചിത്രം നമ്മുടെ കാതുകളിൽ, നമ്മുടെ കണ്ണുകളിൽ കാണട്ടെ. അയോഗ്യമായി ഇതൊന്നും ചെയ്യാതെ മാന്യമായി മാത്രം നടന്നവൻ തൻ്റെ വസ്ത്രം ആ ജനത്തിൻ്റെ മുമ്പിൽ ഉരിഞ്ഞു കളയേണ്ടതിന് യേശുവിൻ്റെ വ്യത്യസ്ത വസ്ത്രങ്ങളെക്കുറിച്ച് ഒരു പ്രാവശ്യം എടുക്കണമെന്ന് പല വർഷങ്ങളായി എൻ്റെ ഹൃദയത്തിൽ താല്പര്യമുണ്ടെങ്കിലും ഇന്ന് വരെ ഒന്ന് പ്രോപ്പറായി അത് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് ഒത്തിട്ടില്ല. അറിവുള്ളവർ ദയവായി എന്നെ സഹായിച്ചാൽ ഉപകാരമാണ്. യേശുവിൻ്റെ വസ്ത്രങ്ങളെക്കുറിച്ച് എനിക്കറിയാവുന്നത് ഒന്ന്, കഴിഞ്ഞകാല നിത്യതയിൽ പിതാവിനോടുകൂടെ മഹത്വത്തിൽ ആനന്ദിച്ചിരുന്ന ആ തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ചവൻ. 2, ആ വസ്ത്രം ഉരിഞ്ഞു വെച്ച് മർത്യ ശരീരം ഉടുത്തുകൊണ്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്ന അടിമവേഷം കെട്ടിയ യേശുവിൻ്റെ വസ്ത്രം. 3, കാൽവറിയിൽ സ്വന്തം വസ്ത്രം നഷ്ടപ്പെട്ടവനായി കയ്യിലൊരു നായിങ്കണയുടെ കോലും തലയിൽ ഒരു മുൾക്കിരീടവും ശരീരത്തൊരു ധൂമ്രവസ്ത്രവും അണിഞ്ഞവനായി അപമാനിക്കപ്പെടേണ്ടതിന് ധരിച്ച ആ ക്രൂശീകരണത്തിൻ്റെ 1-ാം വസ്ത്രം. 5, ക്രൂശീകരണ സമയത്ത് സ്വന്തം വസ്ത്രം പറിച്ചു മാറ്റിയേച്ച് ക്രൂശീകരിക്കപ്പെടുന്ന വ്യക്തികളെ ഉടുപ്പിക്കുന്ന ഒരു വല്ലാത്ത വസ്ത്രം. ഞാൻ ആ പദത്തിൽ ഒരു പ്രാവശ്യം കൂടെ നിൽക്കട്ടെ. ക്രൂശീകരിക്കപ്പെടുന്ന വ്യക്തിയുടെ 2 കൈകളും ആണികൾ കൊണ്ടടിച്ച് ക്രൂശിനോട് തറച്ചിരിക്കുകയാകയാൽ ശരീരം വലിഞ്ഞ് ശ്വാസം മുട്ടി മരിക്കുമ്പോൾ ഏതു മനുഷ്യൻ്റെയും വയറിളകും. ലൂസ് മോഷൻ ഉണ്ടായി വയറിളകുമ്പോൾ ക്രൂശിൻ്റെ അടിയിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ആ പടയാളികൾക്ക് ദോഷം വരാതിരിക്കേണ്ടതിന് എത്ര മലിനമായ മലവിസർജനമുണ്ടായാലും മൂത്രവിസർജനമുണ്ടായാലും അത് വെളിയിൽ വരാതെ വണ്ണം കുഞ്ഞുങ്ങളെ ഉടുപ്പിക്കുന്നതായ ഒരു കൊച്ചു തുണിയല്ല, പകരം ബലമായി കെട്ടുന്ന ഒരു വസ്ത്രം ധരിപ്പിച്ചു മാത്രമേ ക്രൂശീകരണത്തിന് കൊണ്ടുപോകാറുള്ളൂ, തൻ്റെ സ്വന്തം വസ്ത്രം. പക്ഷെ ഡോക്ടർ ഡെറിക് പ്രിൻസ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, യേശുവിൻ്റെ കുരിശിൻ്റെ അരികിൽ 2 സ്ത്രീകൾ, യേശുവിൻ്റെ അമ്മയായ മറിയയല്ലാതെ സ്ത്രീകളിൽ മറ്റാരും അടുത്തു വന്നില്ല. യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ യേശുവിൻ്റെ അമ്മയായ മറിയയല്ലാതെ
മറ്റ് സ്ത്രീകളാരും അടുത്തു വന്നിരുന്നില്ല എന്ന് വ്യക്തമാണ്. കാരണം ആ തൻ്റെ അകത്തു നിന്ന് പോയ ലൂസ് മോഷൻ്റെ പ്രഷർ അത്ര ശക്തമായിരുന്നതിനാൽ തൻ്റെ ആ വസ്ത്രം പോലും സ്ഥാനം മാറിപ്പോയെന്നും വസ്ത്ര ആക്ഷേപിതനായി എൻ്റെ യേശു മരിച്ചുവെന്നും. അക്കാരണം കൊണ്ടാണ് സ്ത്രീകളിൽ മറ്റാരും യേശുവിൻ്റെ കാൽവറിയോട് അടുത്ത് വരാഞ്ഞത്. ലജ്ജ സഹിക്കുന്നതിൽ ഇതിനേക്കാൾ കൂടുതൽ ആരുമില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് യേശുവുമായി താരതമ്യം ചെയ്യാൻ ഒന്നുമില്ല. എങ്കിലും എൻ്റെ 12ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടേച്ച് സ്കൂളിൽ 2-3 ദിവസങ്ങൾ അതോടെ പേരൊക്കെ വെട്ടി പോയ സമയത്ത്, 1 വർഷം കഴിഞ്ഞ് വീണ്ടും പോയ സമയത്ത് അയൽവക്കത്തുള്ള പുരയിടങ്ങളിൽ നിന്ന് തൊമരച്ചെടിയുടെ തണ്ടും മരച്ചീനിയുടെ കമ്പും ഒക്കെ ആളുകൾ ഓടിച്ച് എൻ്റെ തലയ്ക്ക് മേളിൽ കിളത്തിപ്പിടിച്ച് പോയും വിളിച്ചെന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നത്, പൂഴിവാരി മുകളിലോട്ട് എറിയുന്നത്, എന്നെ കാണുന്നവർ ഹല്ലേലൂയ എന്ന് വിളിച്ച് ഉപദേശിന്ന് കളിയാക്കുന്നത് നല്ല ഓർമ്മയാണ്. അപമാനം സഹിക്കുമ്പോൾ നിന്ദിതനായ വസ്ത്രാക്ഷേപം വരെ ധരിച്ച ഒരുത്തനെ ഓർത്തുകൊണ്ട് ക്രിസ്തുവിനോട് അനുരൂപരാകുവാൻ ലഭിച്ച അവസരത്തിനായി നന്ദി കർത്താവേ എന്ന് പറയുന്നവർക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിനെല്ലാം ദൈവത്തിനൊരു പ്രതിഫലം തരുവാനുണ്ട്. കർത്താവിന് ഒരു ദിവസം മാനിപ്പാനുണ്ട്. തൻ്റെ വസ്ത്രാക്ഷേപം ധരിച്ചവനായി യേശു പോയി. തുടർന്ന് യേശുവിനെ ശവസംസ്കാരത്തിന് ആവശ്യമുള്ള ഒരു വസ്ത്രം ധരിപ്പിച്ചു. ശവസംസ്കാരത്തിന് ആവശ്യമുള്ള വസ്ത്രവുമായി യേശു ശവസംസ്കരിക്കപ്പെട്ടെങ്കിലും ആ വസ്ത്രം ചുരുട്ടി വെച്ച ശേഷം യേശു അവിടുന്ന് മാറ്റപ്പെട്ടതായി കാണാം. മറക്കണ്ട, ഇനി ഒരു ദിവസം ഒരു വരവുണ്ട്. പണ്ട് നായിങ്കണ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതാണോ നിന്റെ ചെങ്കോലെന്ന് ചോദിച്ചവൻ രാജദണ്ണ് കരങ്ങളിൽ ഏന്തിക്കൊണ്ട് മടങ്ങി വരുന്ന ഒരു വരവുണ്ട്. തേജസ്സിൻ്റെ വസ്ത്രം എന്നെയും നിങ്ങളെയും ധരിപ്പിക്കേണ്ടതിന് രാജവസ്ത്രം ധരിച്ചവനായി, അനേക രാജമുടികൾ ധരിച്ചവനായി, കിരീടങ്ങൾ ധരിച്ചവനായി മടങ്ങി വരുന്ന ഒരു വരവുണ്ട്. തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ചവനായി യേശു മടങ്ങി വരും. അനേക വസ്ത്രങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനുണ്ട്. ഇന്നു പകൽ യേശുവിൻ്റെ തേജസ്സിൻ്റെ വസ്ത്രങ്ങളായി എന്നെയും നിങ്ങളെയും അണിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ കാര്യം, എന്നെ മനോഹരതയുള്ളത് ധരിപ്പിക്കുവാൻ കാര്യം, എൻ്റെ യേശു ഒരിക്കൽ എനിക്ക് വേണ്ടി അവിഹിതമായത് ധരിച്ചതാണ്. ഇന്നു പകൽ എനിക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ. അവരവൻ്റെ വസ്ത്രം പകുത്തെടുത്തു, അങ്കിക്കായി അവർ ചീട്ടിട്ടു. They crucified him. 1 Corinthians 5:7 For even Christ our Passover is sacrificed for our sake. അന്ന് പകൽ 3 പേരെ ഒരുമിച്ചാണ് ക്രൂശിച്ചത് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. ഈ ഒരു പദം റോൺ വയത്ത് കൊണ്ടുവരുന്ന ഒരു പദം, ഒരു പടം ഒന്നല്ല, കുറേ ചിത്രങ്ങൾ റോൺ വയത്ത് കൊണ്ടുവരുന്നത്. റോൺ വയത്തിൻ്റെ ഭൂഗർഭശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം ഒരു സൈറ്റ് തനിക്കൊരു സൈറ്റ് കണ്ടുകിട്ടിയെന്നും അവിടെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നും അദ്ദേഹം വാദിച്ചിരുന്നു. ഒരു കാലഘട്ടത്തിൽ അത് വളരെ പ്രസക്തമായി വന്നെങ്കിലും പിന്നത്തേതിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ തള്ളി. ഞാൻ അവിടെ തർക്കിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും അത് പൊങ്ങി വന്നു. ഇന്ന് 2, 3, 4 സൈറ്റുകളല്ല, അനേക സൈറ്റുകളിൽ ആ യാഥാർത്ഥ്യം ചിത്രീകരിക്കുന്നത് കാണാം. കാര്യം കണ്ട് ലഭിച്ചത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു സൈറ്റ് അതേ കാര്യം എടുത്തിടുന്നുണ്ട്. റോൺ വയത്തിനെ അനുകരിച്ചു കൊണ്ടാണ് അവർ ഇത് കാണിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തം ഒഴുകിയിറങ്ങി വരുന്ന ഒരു രംഗമാണ്. ഞാൻ ഇന്ന് അതെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പഴയ നിയമത്തിൻ്റെ നിയമപ്പെട്ടകത്തിൻ്റെ പുറത്ത് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ കൊണ്ടുവന്ന് തളിക്കുന്ന ഇടത്ത് ആ യേശുവിൻ്റെ രക്തം തളിക്കപ്പെട്ടുവെന്നും ആ രക്തത്തിൻ്റെ ഫലമായി ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടുവെന്നും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന കൃപാസനം ഉൾപ്പെടുന്ന ആ കൃപാസനത്തിൻ്റെ മീതെ ഈ രക്തം ചെന്ന് വീണതിനാൽ പിതാവ് യേശുവിനെ അംഗീകരിച്ചു. ക്രൂശീകരണ സൈറ്റിലേക്ക് യേശുവിനെ മാറ്റുകയും കപ്പിയും കയറും ഉപയോഗിച്ച് ക്രൂശ് വലിച്ചു കിളത്തുകയും അതിനുവേണ്ടി വെച്ചിരുന്നതായ ആ കുഴിക്കകത്തേക്ക് ക്രൂശിട്ട് ഉറപ്പിക്കേണ്ടതിനു വേണ്ടി കപ്പിയും കയറും ഉപയോഗിച്ച് യേശുവിൻ്റെ ക്രൂശ് വലിച്ചു കിളർത്തിയെന്നും ശക്തിയോടെ താഴേക്ക് ഇട്ടുവെന്നും ചരിത്രം പഠിപ്പിക്കുന്നു. 22-ാമത്തെ സങ്കീർത്തനം പറഞ്ഞു, എൻ്റെ അസ്ഥികളൊക്കെയും ബന്ധം വിട്ടു, അവയൊക്കെയും എനിക്ക് എണ്ണാം. എന്നെ കണ്ടാൽ ആളല്ലെന്ന് തോന്നും. ഒരു കുതിരയുടെ പുറത്ത് കയറ് കെട്ടി കപ്പി കെട്ടി കുരിശ് മുകളിലേക്ക് ഉയർത്തിയ ശേഷം ഒരളവ് കഴിയുമ്പോൾ ആ കയറ് അഴിച്ചു വിടുമ്പോൾ
ആ ക്രൂശ് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാരവുമായി, തടിക്കുരിശിൻ്റെ ഭാരവുമായി പ്ലഗ് വന്ന് അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് വീണതോടെ എൻ്റെ അസ്ഥികളൊക്കെയും ബന്ധം വിട്ടു, അവയൊക്കെയും എനിക്ക് എണ്ണാം എന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞ ആ സമയമായി. 2 കള്ളന്മാരെ അവനോടുകൂടെ കുരിശിച്ചു, ഇടത്തും വലത്തുമായി അവരെയും കുരിശിച്ചു. യഹൂദന്മാരുടെ രാജാവെന്ന് അവൻ്റെ കുറ്റാരോപണ സംഭവം എഴുതി വെച്ചു. സങ്കീർത്തനങ്ങൾ 22:14 എൻ്റെ അസ്ഥികളൊക്കെയും ബന്ധം വിട്ടു, എൻ്റെ വയറ് എൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു. ആകപ്പാടെ പീഡയനുഭവിച്ചവനായി, പീഡയനുഭവത്തിൻ്റെ നടുവിൽ മരിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. സങ്കീർത്തനങ്ങൾ 22 മശിഹൈക സങ്കീർത്തനമെന്നാണ് വിളിക്കുന്നത്. മശിഹൈക സങ്കീർത്തനത്തിൽ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉണ്ട്. രാവിലെ വരെ ഞാൻ ചേർക്കാഞ്ഞ ഒരു ഭാഗം രാവിലെ എടുത്തു ചേർക്കുവാൻ ഞാൻ ഇപ്പോഴും ആ സമയം ഓർക്കുന്നു. 4:51 രാവിലെ 4:51 പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് ഈ വാക്യമിട്, ആരാണ്ടൊക്കെ അകത്ത് ഇത് തൊടും. 22-ാം സങ്കീർത്തനം 30-ാം വാക്യം ദയവായി വായിച്ചാട്ട് ബ്രദർ. സങ്കീർത്തനം 22:30 ഞാൻ അധികം വാക്യങ്ങൾ വായിച്ചില്ല. ആരുടെയൊക്കെ യോഗത്ത് തൊടാൻ പോകുകയാണ്. ഈ വ്യഥനപ്പെട്ട് കരഞ്ഞതുകൊണ്ട്, യേശു വ്യാകുലപ്പെട്ട് കരഞ്ഞതുകൊണ്ട് എനിക്കൊരു പ്രയോജനമുണ്ടായി. സങ്കീർത്തനം 22:30 ഒരു സന്തതി അവനെ സേവിക്കും, ഒരു സന്തതി അവനെ സേവിക്കും. വായിച്ചു. വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും, വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. വായിച്ചു. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. അവർ വന്ന് ഇനിയും ജനിക്കുവാനിരിക്കുന്ന സന്തതിയോട് അവരുടെ നീതിയെ വർണ്ണിക്കും. രാജു എന്നറിയപ്പെടുന്ന ഒരു സഹോദരനെ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട്. രാജു നമ്മുടെ ഈ ചർച്ചിലില്ല, അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രാജു ഒരു പാട്ടെഴുതി. ആ പാട്ടിൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെയായിരുന്നു: കാൽവറി ക്രൂശിൽ കത്തിയ ദീപം, നൂറ്റാണ്ടുകളായി കത്തും ദീപം, അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും, അത് തലമുറകൾക്കായി കൈമാറും. എബനേസർ രാജു. കാൽവറി ക്രൂശിൽ കത്തിയ ദീപം, നൂറ്റാണ്ടുകളായി കത്തുന്ന ദീപം, അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും, അത് തലമുറകൾക്കായി കൈമാറും. ഒരു സന്തതി അവനെ സേവിക്കും. അത് നിങ്ങളായിരിക്കുമോ? അത് ഞാനാകട്ടെ. വരുവാനുള്ള തലമുറയോട് അവൻ ചെയ്തിരിക്കുന്നുവെന്ന് പറയും. ആ അടുത്ത തലമുറ അത് ഏറ്റെടുക്കും. ഇനി ജനിക്കുവാനിരിക്കുന്ന തലമുറയോട് അവരറിയിക്കും. ഒരു ചെയിനോ ഇത് കൊടുത്തയക്കുവാൻ, സുവിശേഷത്തിൻ്റെ കണ്ണികളാകുവാൻ വിളിക്കപ്പെട്ടവരെ ഇന്ന് പകൽ നമ്മുടെ ദൗത്യത്തിന് വേണ്ടി നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. പാഷൻ വീക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരാഴ്ചയാകട്ടെ. എൻ്റെ യേശുവിൻ്റെ കാൽവറി മരണം നമുക്ക് പ്രധാനപ്പെട്ടതാകട്ടെ. ഞാൻ അല്പം കൂടെ വേഗത്തിൽ പോകട്ടെ. അവരവന് കയ്പ് കലക്കിയ കണ്ടിവെണ്ണ കുടിക്കാൻ കൊടുത്തു. അത് രുചിച്ച് നോക്കിയാറേ അവന് കുടിപ്പാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും കൊടുത്തു. അവൻ കുടിച്ചു, നിവൃത്തിയായി എന്ന് പറഞ്ഞു. ഇതിനു മുമ്പേ സൂര്യൻ അസ്തമിച്ചു. പാസ്റ്റർ വി. എ. തോമസിൻ്റെ ഒരു പദം ഞാൻ സാധാരണ പറയാറുണ്ട്: സാക്ഷാൽ പ്രകാശങ്ങളുടെ ഉറവിടമായ നിത്യപ്രകാശം പൊലിഞ്ഞമർന്നതോടെ ഈ ലോകത്തിൻ്റെ സൂര്യൻ കണ്ണടച്ചു, ഭൂമി ഇരുളിലായി. ഞാൻ ബാക്കി ഇപ്പം വിശദീകരിക്കുന്നില്ല. വീണ്ടും അവർ യേശുവിന് വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു. കുടിച്ച ശേഷമാണ് യേശു പ്രസ്താവിക്കുന്നത്: ഇറ്റ്സ് ഫിനിഷ്ഡ്, നിവൃത്തിയായി. ഇറ്റ്സ് ഫിനിഷ്ഡ്, നിവൃത്തിയായി. ഇന്ന് പകൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളതിൻ്റെ ബാക്കി വിളിച്ചു പറയുമോ? നിവൃത്തിയായി. ടെലസ്റ്റസ്ലിയ ഒരു വ്യക്തി മാത്രം ഉച്ചരിച്ചതുകൊണ്ട് പദം അപൂർണമാണ്. അത് പറയണമെങ്കിൽ ഒരു പാർട്ടി രണ്ടുപേരും അത് പറഞ്ഞേ മതിയാകൂ. ഇന്ന് പകൽ എൻ്റെ കർത്താവ് പലതും വിളിച്ചു പറഞ്ഞു. അത് നിവൃത്തിയായി എന്ന് നിങ്ങൾ പറയുമോ? എന്നോട് പറഞ്ഞു നിനക്ക് സൗഖ്യമായി, ഞാൻ ഏറ്റു പറഞ്ഞു സൗഖ്യമായി. എന്നോട് പറഞ്ഞ് നിന്റെ പാപം മോചിക്കപ്പെട്ടു, ഞാൻ ഏറ്റു പറഞ്ഞ് എൻ്റെ പാപം മോചിക്കപ്പെട്ടു. എന്നോട് പറഞ്ഞ് നിന്റെ പ്രതിസന്ധികൾ കഴിഞ്ഞു, ഞാൻ ഏറ്റു പറഞ്ഞ് എൻ്റെ പ്രതിസന്ധികൾ കഴിഞ്ഞു. യേശുവിൻ്റെ ശബ്ദം കാൽവറിയിൽ നിന്ന് മുഴങ്ങുകയാണ്: ടെലസ്ലിയ. ഇന്ന് പകൽ ചിലരൂടെ ഏറ്റു പറയുമോ? അതേ കർത്താവേ, ടെലസ്ലിയ, നിവൃത്തിയായി. മന്ദിരത്തിലെ തിരശ്ശീല, പഴയ നിയമം മുഴുവനും കാത്തു സൂക്ഷിച്ചു വന്ന മന്ദിരത്തിലെ തിരശ്ശീല
പൗരോഹിത്യ ആചാരങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കിക്കൊടുത്ത പഴയ നിയമത്തിൻ്റെ തിരശീല മുകൾ തൊട്ട് താഴോളം രണ്ടായി ചീന്തി പിച്ചി ചീന്തി മാറി. 60 അടി ഉയരം വരുന്ന 4 വിരൽ കട്ടി വരുന്ന ഒരു തിരശീലയാണിതെന്ന് മറക്കരുത്. എൻ്റെ കാലിൻ്റെ കീഴെ കിടക്കുന്ന ഈ കാർപ്പറ്റിന് 4 ഇഞ്ച് കട്ടിയേ ഉള്ളൂ, 4 ഇഞ്ച്. പക്ഷെ അതൊന്ന് വലിച്ചു കയറാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. എനിക്ക് തോന്നുന്നത് താഴെ കിടക്കുന്ന കാർപ്പറ്റ് 1/8 ഇഞ്ചേ ഉള്ളൂ, 1 ഇഞ്ചിൻ്റെ 8 കട്ടിയേ ഉള്ളൂ, വലിച്ചു കയറാൻ ഒക്കത്തില്ല. ഈ തിരശീല 4 വിരൽ വീതി, ഏതാണ്ട് 4 ഇഞ്ചെന്ന് കൂട്ട്, 4 വിരൽ വീതി കട്ടിയുള്ളതാ. അതാണ് മുകൾ തൊട്ട് താഴോളം 60 അടി മുകൾ തൊട്ട് താഴോളം രണ്ടായി കീറി. പിതാവായ ദൈവം പറഞ്ഞു, കഴിഞ്ഞു. പൗരോഹിത്യത്തിൻ്റെ ഏപ്പിളകി, പൗരോഹിത്യത്തിൻ്റെ ആചാരങ്ങൾ കഴിഞ്ഞു. മഹാപുരോഹിതൻ വസ്ത്രം വലിച്ചു കീറി, സ്വർഗത്തിലെ ദൈവം തിരശീല ചവിട്ടി കീറി. എന്നിട്ട് പറഞ്ഞൊരു പുതുവഴി ഞാൻ തുറന്നിരിക്കുകയാണ്, എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറന്ന പുതുവഴിയെ പ്രവേശിക്കുവാൻ വരുന്നവർക്കായി സ്തോത്രം. മരിച്ചുപോയ വിശുദ്ധന്മാരുടെ കല്ലറകൾ പലതും തുറന്നു. ഭൂകമ്പമുണ്ടായി, വൻകിട കെട്ടിടങ്ങൾ തകർന്നു വീണു, പാറകൾ പിളർന്നു, ചെറുതും വലുതുമായ പാറകൾ പിളർന്നു മാറി. മത്തായിയുടെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം 5:25 യേശു പറഞ്ഞു, ദ അവർ ഈസ് കമ്മിങ് ആൻഡ് നൗ. യേശു ക്രിസ്തു മരിക്കുന്നതിന് മുന്നമേ പറഞ്ഞ പദങ്ങളിൽ ഒന്നാണ്, കല്ലറകളിലുള്ളവരെല്ലാവരും മനുഷ്യപുത്രന്റെ ശബ്ദം കേട്ട് ചിലർ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുവാനുള്ള നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഒന്നുകൂടെ നിന്നോട്ടെ. കല്ലറകളിലുള്ളവരെല്ലാവരും ഇന്ന് പകലും നിങ്ങളെ തുറന്നു വിടത്തില്ലെന്ന് പറഞ്ഞ് അടച്ചു വെച്ചിരിക്കുന്ന കല്ലറയിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളും, കല്ലറകളിലുള്ളവരെല്ലാവരും എൻ്റെ ശബ്ദം കേൾക്കും. ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും ഉയർത്തെഴുന്നേൽക്കുവാനുള്ള നാഴിക വരുന്നു. ഇനി വരാൻ പോകുകയാ, അല്ല, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഈ പകൽ യേശുവിൻ്റെ നാമത്തിൽ വിവിധ പ്രതികൂലങ്ങളുടെ നടുവിൽ തുറന്നു വിടുകയില്ല, അഴിച്ചു വിടുകയില്ലെന്ന് പറഞ്ഞ് കല്ലറയ്ക്കകത്ത് മൂടപ്പെട്ട് വെച്ചിരിക്കുന്ന ചിലതിനോട് യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ വരുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതെ, കർത്താവ് നിങ്ങളെ പുറത്തെടുക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 27:50-51 വാക്യങ്ങളിൽ യേശു ഉറക്ക നിലവിളിച്ചു, പ്രാണനെ വിട്ടു. യേശുവിൻ്റെ ശബ്ദം കേൾക്കുകയും വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്നു. മരിച്ചുപോയ വിശുദ്ധന്മാരിൽ അനേകരുടെ കല്ലറകൾ തുറന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ മഹാപുരോഹിതൻ പാപപരിഹാരമായി പിതാവിൻ്റെ അടുക്കലേക്ക് രക്തം കൊണ്ടുപോയ മൃഗത്തിൻ്റെ ഉടൽ പാളയത്തിൻ്റെ പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. നമ്മൾ ആദ്യം തുടങ്ങിയത് അവിടുന്ന് നമ്മുടെ പെസഹ കുഞ്ഞാടറുക്കപ്പെട്ടു. നമ്മുടെ കർത്താവായ യേശുവാ. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗത്തിൻ്റെ ഉടൽ പാളയത്തിൻ്റെ വെളിയിൽ വെച്ച് ചുട്ടുകളയുന്നു. നാമും വേണ്ട നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, നിലനിൽക്കുന്ന ഒരു നഗരം നമുക്ക് നിത്യതയിലുണ്ട്, മറക്കരുത്. യോഹന്നാൻ്റെ സുവിശേഷം 20:17 യേശു മറിയയോട് പറയുന്ന ഒരു പദമുണ്ട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും പിതാവിൻ്റെ അടുക്കൽ പോയില്ല. നിർത്തിക്കോട്ടെ, അടുത്ത 2-3 മിനിറ്റ് കൊണ്ട് നിർത്താൻ ശ്രമിക്കും. യേശു കാൽവറിയിൽ വിലമുടക്കി രക്തം തൃക്കരങ്ങളിൽ എടുത്തു. പിതാവിൻ്റെ അടുക്കൽ രക്തം കൊണ്ട് അർപ്പിക്കണം. അതിനു മുന്നമേയാണ് മറിയ യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. റബൂനി, എനിക്കൊന്ന് വണങ്ങണം. യേശു പറഞ്ഞു, മറിയേ, എന്നെ തൊടല്ലേ, എന്നെ തൊടല്ലേ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയില്ല. അതിധൃതിയായി ഇതിനിടയിൽ നിന്നെ ഒന്ന് കാണാൻ നിന്നതാ. 1000 10,000 വർഷങ്ങളായി കോടാനുകോടി ദൂതഗണങ്ങൾ കാത്തിരിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ രക്തം പിതാവിൻ്റെ കയ്യിൽ കൊടുക്കേണ്ടതിന് നീണ്ട യുഗങ്ങളായി കണ്ടെടുത്ത പദ്ധതികളുടെ അന്ത്യത്തിൽ ആ രക്തം എൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ, മറിയേ, നിന്നെ കാണാതെ പോകാനൊക്കത്തില്ല. നിന്റെ സ്നേഹം അത്രയും വലുതായിരുന്നു. പക്ഷേ എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും പിതാവിൻ്റെ അടുക്കൽ പോയില്ല. യേശു പിതാവിൻ്റെ അടുക്കൽ കരേറിപ്പോയി. മറിയമാരോട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് എൻ്റെ അപ്പോസ്തലന്മാരോട് പറ, നിങ്ങളുടെ പിതാവും എൻ്റെ പിതാവുമായി അവൻ്റെ അടുക്കലേക്ക് ഞാൻ പോകയാ. നിങ്ങൾ എമ്മൗസിലേക്ക് വരാൻ അവരോട് പറ. അവർ എമ്മൗസിലെത്തുന്നതിന് മുന്നമേ ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കും.
ഞാൻ പിതാവിൻ്റെ അടുക്കൽ എൻ്റെ രക്തം കാഴ്ചവെക്കുവാൻ പോകുകയാണ്. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരോട് പോയി പറ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഒരു 8 ദിവസയ്ക്ക് ശേഷം തോമസ് അപ്പോസ്തലൻ ഒരുമിച്ചിരിക്കുമ്പോൾ വന്ന് തോമസിനോട് പറഞ്ഞു, കൈ ഇങ്ങോട്ട് നീട്ട്, വിരൽ എൻ്റെ ആണിപ്പിഴലിലോട്ടിട്. കൈ ഇങ്ങോട്ട് നീട്ട്, നിന്റെ കൈ എൻ്റെ മാറിലെ ആ കുത്തേറ്റ പാടിലേക്കിട്. എന്നെ തൊടുന്നതിൽ എനിക്ക് വിരോധമില്ല, പക്ഷെ ആ സാഹചര്യം ഉണ്ടല്ലോ, എന്നെ തൊടാവുന്ന സാഹചര്യമല്ല. യേശു ഉയർത്തു. തൻ്റെ രക്തം പിതാവിൻ്റെ അടുക്കൽ കാഴ്ചവെക്കേണ്ടതിന് പോയി. എബ്രായർ 13-ലും യോഹന്നാൻ 20-ലും അക്കാര്യം സ്ഥിരീകരിക്കുന്നു. അന്ന് മറിയയ്ക്ക് തൊടുവാൻ അനുവാദം കൊടുത്തില്ല. എന്നാൽ ഇറങ്ങി വന്നവനായ യേശു എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ കണ്ടപ്പോൾ പോയേച്ചു വന്നു കഴിഞ്ഞു. തോമസിനോട് പറഞ്ഞു, വന്നെന്നെ തൊട്ടു, എന്നെ തൊടുന്നതിൽ എനിക്ക് വിരോധമില്ല. യോഹന്നാന്റെ സുവിശേഷം 5:25 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇന്ന് പകൽക്കാലം മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേട്ട് ജീവിക്കുവാൻ. ജീവിതത്തിൻ്റെ ഏത് നിലപാടിലാണ് നിങ്ങൾ മരിച്ചത്? വിദ്യാഭ്യാസത്തിൽ മരിച്ചോ? അറിവിൽ മരിച്ചോ? കഴിവിൽ മരിച്ചോ? പാപത്തിൽ മരിച്ചോ? ജീവിത സാഹചര്യങ്ങളിൽ മരിച്ചോ? നിന്ദയിൽ മരിച്ചോ? ഇന്ന് പകൽ ജീവിപ്പിക്കുന്ന ഒരു ശബ്ദമാണ് ഈ മൈക്കിലൂടെ പുറത്തു വരുന്നത്. ആ ശബ്ദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുവാനും കേൾക്കുന്നവർ ജീവിക്കുന്ന നാഴിക വരുന്നു. യേശു പിന്നെയും ഉറക്ക നിലവിളിച്ചു, പ്രാണനെ വിട്ടു. തിരശ്ശീലകൾ ചീന്തി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, ഭൂമി കുലുങ്ങി, സൂര്യൻ ഇരുണ്ടു, പല പല കാര്യങ്ങളും സംഭവിച്ചു. എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി പുനരുദ്ധരിക്കപ്പെട്ടു. കല്ലറകൾ പലത് തുറന്ന കൂട്ടത്തിൽ ഇപ്പകൽ നിങ്ങളുടെ ഏത് കല്ലറയാ തുറക്കാതെ പോയത്? നിങ്ങളുടെ ഏത് കല്ലറയാ തുറക്കാതെ പോയത്? നിരന്ന് കല്ലറകൾ തുറന്ന ഒരു ചരിത്രമാണ് ഇവിടെ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇന്ന് പകൽ നമ്മിൽ ആരുടെ ഏത് കല്ലറ തുറക്കാതെ പോയി? അത് ദൈവത്തോട് പറ, കർത്താവേ എൻ്റെ ഈ കല്ലറ തുറന്നിട്ടില്ല. ഞാൻ ഇത്രയും ഒക്കെ പറഞ്ഞു, അങ്ങയ്ക്ക് വേണ്ടി ഓടുന്നു, അധ്വാനിക്കുന്നു, അങ്ങടിയന് വേണ്ടി സംസാരിക്കുന്നു, പക്ഷേ എൻ്റെ കല്ലറ തുറന്നിട്ടില്ല. ഇന്ന് പകൽ നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ തുറക്കാത്ത കല്ലറകൾ തുറക്കട്ടെ, ജനം വെളിയിൽ വരട്ടെ. ഒരു പുതിയ ആത്മീക അനുഭവത്തിന് വേണ്ടി ചില രോഗികൾ സൗഖ്യമാകട്ടെ. ഞാനങ്ങ് മാറാൻ പോകുകയാ കേട്ടോ. മരിച്ചുപോയ വിശുദ്ധന്മാരിൽ അനേകർ ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം പട്ടണത്തെ വിട്ട് പട്ടണത്തിൽ ചെന്ന് വിശുദ്ധന്മാർക്ക് പ്രത്യക്ഷമായി. രക്തം പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട് റോൺ വയത്ത് ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. റോൺ വയത്തിൻ്റെ ചരിത്രത്തിലൂടെ ഇന്ന് പോകാൻ എനിക്ക് ഒക്കത്തില്ല. റോൺ വയത്തിന് ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തട്ടെ. കൃപാസനത്തിൻ്റെ മീതെ പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതൻ രക്തം തളിച്ചിരുന്നെങ്കിൽ, ഉയർപ്പിൻ്റെ രക്തം, യേശുവിൻ്റെ മരണരക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച യേശുവിനെ ഓർത്ത് ഞാൻ ഇന്ന് ദൈവസഭയെ അനുഗ്രഹിക്കട്ടെ. ഒരാഴ്ചത്തെ ചരിത്രത്തിൻ്റെ രത്നച്ചുരുക്കം, ഉയർപ്പ് മാത്രം ഞാൻ തൊട്ടില്ല. കല്ലറ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുമ്പോൾ മതനേതാക്കൾ പീലാത്തോസിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ്, യജമാനനെ ചതിയൻ ജീവനോടിരിക്കുന്ന കാലത്ത്, അല്ല അത് അവന്മാരുടെ ലാംഗ്വേജ്, അതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ചിലർക്കൊക്കെ ചില ലാംഗ്വേജ് ഉണ്ട്, അവരതേ പറയത്തുള്ളത്, അവരുടെ ദുസ്വഭാവത്തിൽ പെടുന്നതാ. ആ ചതിയൻ ജീവനോടിരിക്കുന്ന കാലം, ഇടോ താനാടോ ചതിയൻ, യേശു അല്ല. മരിച്ചാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യമാടോ? ഉയർത്തു. അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവൻ്റെ ശവം മോഷ്ടിച്ചു കഴിഞ്ഞാൽ പെശക പീലാത്തോസ് ഭയന്നിരിക്കുക. മരണസമയത്തെ അപൂർവ സംഭവങ്ങൾ കേട്ടു. ഞെട്ടി അയാൾ വിറച്ചിരിക്കുമ്പോഴാണ് സഹസ്രാധിപന്മാർ ആൾ വിട്ട് പറയിപ്പിക്കുന്നവൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന്. ഇവൻ ഉയർത്തുപോയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ഭയന്നിരിക്കുമ്പോഴാണ് മഹാപുരോഹിതന്മാരും എന്ന് പറയുന്നത് അവൻ ഉയർക്കുമെന്ന് പണ്ടേ പറഞ്ഞിട്ടുമുണ്ടെന്ന്. എന്നാൽ എന്നെ കൊന്നത് തന്നെ എന്ന് തീരുമാനിച്ചിരിക്കുക പീലാത്തോസ് മഹാപുരോഹിതന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളാൽ ആവോളം കല്ലറ ഉറപ്പാക്കുക. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. പീലാത്തോസ് തുറന്ന് സമ്മതിച്ചു, റോമൻ ഗവർണറായിരിക്കുന്ന ഞാൻ നോക്കിയാൽ മതം ചെയ്യുന്ന പോലെ ഇഫക്റ്റീവായി ദൈവത്വത്തെ അടച്ചു വെക്കാൻ ഒക്കത്തില്ല. ഈ നാമധേയ മതം കാണിക്കുന്നത് പോലെ ക്രിസ്ത്യാനിത്വത്തെ അടച്ചു വയ്ക്കുവാൻ ഞാൻ നോക്കിയാൽ ഒക്കത്തില്ല. നിങ്ങളതിനകത്ത് എക്സ്പെർട്ടാണ്.
നാമധേയ മതമേ, പോയി നിങ്ങളാൽ ആവോളം കല്ലറ ഉറപ്പുവരുത്ത്. പോയി നിങ്ങളാൽ ആവോളം കല്ലറ ഉറപ്പുവരുത്ത്, ഞാൻ കാവൽക്കൂട്ടത്തെ തരാം. അങ്ങനെ പടയാളികൾ കാവൽ നിന്നു. റോമൻ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയർ മുദ്ര വെച്ചു. ആ കല്ലറയുടെ മുമ്പിൽ കൊണ്ടുവച്ചിരുന്ന കല്ലിന് 18 അടി വ്യാസമുണ്ടായിരുന്നെന്നാണ് റോൺവയത്ത് പറയുന്നത്. 18 അടി വ്യാസമുണ്ടായിരുന്ന വൻ കല്ല് എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട് ഉരുട്ടിക്കയറ്റാൻ ഒക്കത്തില്ല, ഇതിൻ്റെ മേളിൽ ചെന്ന് മുട്ടും. ഇത് 10 അടിക്ക് താഴെയുള്ളൂ. 18 അടി ഉയരമുള്ള വലിയ കല്ല്. ആ കല്ലിന് വെക്കുവാൻ മുദ്ര തരാം, സകലതും തന്ന് പടയാളികളെ കാവലുമാക്കി നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ 3-ാം നാൾ അതിരാവിലെ, ബ്രദർ സുരേഷ് ബാബു ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. 3-ാം നാൾ അതിരാവിലെ കല്ലറയുടെ അകത്തൊരനക്കം. പടയാളികൾ വരുണ്ടു. എന്താ അതിനകത്ത് അനക്കം? ആരാ വരുന്നത്? ആരായാലും കുത്തും. അവരുടെ കയ്യിലുള്ള കുന്തങ്ങളും വാളുകളുമായി തയ്യാറായി നിൽക്കുമ്പോൾ അനക്കം കെട്ടത് അകത്ത് നിന്നായിരുന്നെങ്കിലും മുകളിൽ നിന്നൊരു വെളിച്ചം. മുകളിലേക്ക് നോക്കുകയും അവർ ഭയപരവശരായി കയ്യിലിടുന്ന കുന്തങ്ങളുമായി പുറകോട്ട് മറിഞ്ഞു. ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷരാകുകയാണ്. ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷരായി പുറകോട്ട് മറിഞ്ഞവർ താഴെ കിടക്കുമ്പോൾ, എൻ്റെ ഭാഷയിൽ പറയാം, ഒരു ദൂതൻ ഒരു കാലുകൊണ്ട് ആ മുദ്ര വെച്ചിരുന്ന കല്ലിൽ ഒരു തട്ട് തട്ടി. കല്ല് തെറിച്ച് ദൂരെയോട്ട് മാറി. ഉയർത്തെഴുന്നേറ്റ യേശു വെളിയിലേക്ക് വന്നു. ദൂതന്മാർ അകത്ത് കയറി തനിക്ക് ചുറ്റി വെച്ചിരുന്ന റൂമാലെടുത്ത് തൻ്റെ ചുറ്റുമുണ്ട് തൻ്റെ ശരീരം ചുറ്റിയിരുന്നതായി അങ്കിയെടുത്ത് ചുരുട്ടി മാറ്റിവെച്ചു. വന്ന മറിയമാരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു. പകൽക്കാലം വിശ്വസിക്കുന്നവരുണ്ടല്ലോ എന്ന് പറഞ്ഞു, അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും നമ്മുടെ പിതാവിൻ്റെ അടുക്കലേക്ക് കരയേറിപ്പോകുകയാണ്. എന്തിന്? ആ രക്തം കാഴ്ചവെക്കുവാൻ, ആ ശബ്ദം കാഴ്ചവെക്കുവാൻ. ഇന്ന് പകൽ എനിക്ക് അനുകൂലമായി സംസാരിക്കുന്ന ആ ശബ്ദം സ്വർഗത്തിൽ ഇന്നും മുഴങ്ങുകയാണ്. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കാമോ? ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നുകൂടെ സമർപ്പിക്കാം. കർത്താവേ, അടിയൻ അനുകൂലമായി സംസാരിച്ച ആ വന്യ ശബ്ദം കളെ ഇന്ന് പകൽ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. യേശുവേ ദൈവപുത്ര, ആ തുറക്കാത്ത കല്ലറകളെ ഞങ്ങൾ അങ്ങോട്ട് തരികയാണ്. ഇന്ന് പകൽ അങ്ങയുടെ ശബ്ദം കേട്ട് മരിച്ചവരെ ഉയർക്കുന്ന ദിവസമാകയാൽ ഞങ്ങളുടെ ജീവിതത്തെ വിടുവിച്ചെടുത്ത ദൈവശബ്ദത്തിനായി സ്തോത്രം. രൂഫസിൻ്റെ പിതാവിൻ്റെ ക്രിയയെ മാനിച്ചുകൊണ്ട് മക്കളെ അമ്മാനിച്ചവനായ ദൈവമേ, ഇന്ന് പകൽ പിതാക്കന്മാർ വിലമുടക്കിയെടുത്ത് ആ കുഞ്ഞുങ്ങൾ ആ നന്മയ്ക്ക് യോഗ്യരായി മാറേണ്ടതിന് ചിലരെ കൂടെ ഞാൻ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ കൃപ ചിലരുടെ മേൽ പകരണമേ. സഭ ദൈവസന്നിധിയിൽ വിലമുടക്കിയതിനാൽ അതിൻ്റെ മക്കൾ എന്ന പദവിയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ ചിലരെ കൂടെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ചേർത്ത് അനുഗ്രഹിക്കുന്നു. ആദനം അനുഗ്രഹിക്കപ്പെടട്ടെ. മഹത്വം കർത്താവിന്. കെട്ടഴിഞ്ഞവരായി അങ്ങേ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. മഹത്വം തിരുമേനിക്ക്. ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.